So, good evening. നമ്മൾ ഇന്ന് 720 with brilliant. As a part of that, നമ്മൾ ഇന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാണ്. അതിൻ്റെ കൂടെ നമുക്കതിൽ റിവിഷൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കാണുകയും ചെയ്യാം. ഈ ചാപ്റ്റർ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ് ടു സ്റ്റാർട്ട് വിത്ത്. കാരണം ഇതിൽ പല ഭാഗങ്ങളും നീറ്റിനുണ്ടോ എന്ന് ഇപ്പോഴും സംശയമുള്ള കുറേ കുട്ടികളുണ്ട്. അതുകൊണ്ട് നീറ്റിൻ്റെ സിലബസിൽ വളരെ കൃത്യമായിട്ട് ആനിമൽ ടിഷ്യൂസ്, ഇൻസെക്റ്റ് ആൻഡ് ഫ്രോഗ് എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടിഷ്യൂസും ഉണ്ട്, ഇൻസെക്റ്റ് അല്ലെങ്കിൽ കോക്രോച്ചും ഉണ്ട്, ഫ്രോഗും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുവിധം ആളുകളെല്ലാം സ്കൂളിൽ ഫ്രോഗ് ഒഴിച്ച് ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫ്രോഗ് ഒരു പുതിയ ടോപ്പിക്കാണ്, അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ടിഷ്യൂസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഈ ടിഷ്യൂസിൽ നമ്മൾ പഠിക്കുന്ന പലതും മറ്റ് ചാപ്റ്ററുകളിലേക്ക് കയറിയിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഇറ്റ് ഗോസ് ടു അതർ ചാപ്റ്റേഴ്സ്. അതർ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ന്യൂറൽ സിസ്റ്റം പഠിക്കുമ്പോൾ നെർവ്സിനെ കുറിച്ച് പഠിക്കും. അപ്പം നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ ഇറ്റ് കംസ് ന്യൂറോൺസ്, ഗ്ലിയാൽ സെൽസ്, ഇതെല്ലാം അതിൽ വരും. നമ്മൾ നെഫ്രോൺ പഠിക്കുമ്പോൾ അവിടെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ബ്രഷ് ബോർഡഡ് ക്യൂബോയിഡൽ, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് അതിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്ന ഈ ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരുവിധം എല്ലാ ചാപ്റ്ററിലേക്കും നമ്മൾ മസിൽസ് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മസിൽസ് ദറ്റ് യു ആർ ലേണിംഗ്. ബ്ലഡ് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ദറ്റ് യു ആർ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ മറ്റ് ചാപ്റ്ററുകളിലേക്കും കൂടി കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ടിഷ്യൂസിൽ നിന്ന് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പലതും അതർ ചാപ്റ്റേഴ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഭാഗം ഈസ് ടിഷ്യൂസ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇനി ഇതൊരു നിങ്ങളുടെ ലാസ്റ്റ് റിവിഷൻ ഭാഗം കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ബേസിക്സ് ആയിട്ടുള്ള വാട്ട് ആർ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല. റാദർ ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ ആ ടിഷ്യൂ ആനിമൽസിൽ എവിടെ കാണുന്നു അല്ലെങ്കിൽ ഹ്യൂമൻസിൽ എവിടെ കാണുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ടിഷ്യൂ പഠിക്കുകയാണ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എവിടെയെല്ലാം കാണാം, ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ലേൺ. അല്ലെങ്കിൽ സ്ക്വാമസ് എപ്പിത്തീലിയം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, എവിടെയെല്ലാം ഇത് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബ്ലഡ് വെസൽസിന്റെ ഇന്നർ ലൈനിങ് സ്ക്വാമസ് ടിഷ്യൂ ആണ് പറയുന്നു. അതിന് നമ്മളൊരു പേര് പറയും. ഇന്നർ ലൈനിങ് ഓഫ് ദ ബ്ലഡ് വെസൽ ഇസ് ലൈൻഡ് ബൈ സ്ക്വാമസ് എപ്പിത്തീലിയം. അതിനൊരു പേര് പറയും. ആർക്കെങ്കിലും ആ പേരൊന്ന് പറയാവോ, അറിയുമെന്ന് അറിയാനാണോ? ഇന്നർ ലൈനിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് നോൺ ബൈ എ പർട്ടിക്കുലർ നെയിം. അപ്പോൾ നമ്മൾ ആരും ടൈപ്പ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇറ്റ്സ് കോൾഡ് എൻഡോത്തീലിയം. റേച്ചൽ പറഞ്ഞത് ശരിയാ, എൻഡോത്തീലിയം. റേച്ചലിനോട് തന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. നമ്മുടെ ബോഡി കാവിറ്റി ഈസ് ലൈൻഡ് ബൈ സ്ക്വാമസ് എപ്പിത്തീലിയം. അതിന് നമ്മൾ മറ്റൊരു പേര് പറയും. ബോഡി കാവിറ്റി ഈസ് ലൈൻഡ് ബൈ സ്ക്വാമസ് എപ്പിത്തീലിയം. അതിന് നമ്മൾ അപ്പോൾ ബോഡി കാവിറ്റിയുടെ ലൈനിങ് എപ്പിത്തീലിയം ഉണ്ട്, അതിന് നമ്മളൊരു പേര് പറയും. ആൻസർ എല്ലാം എൻഡോത്തീലിയം എന്ന് തന്നെയാണ് വരുന്നത്. അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ബോഡി കാവിറ്റിയുടെ ലൈനിങ് വരുമ്പോൾ യു കോൾ ഇറ്റ് ആസ് മീസോത്തീലിയം എന്നൊരു വാക്ക് പറയും. അപ്പോൾ ചില വേർഡ്സ് നമ്മൾ NCERT ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ബോഡി കാവിറ്റി പഠിക്കുന്നുണ്ട്, ബോഡി കാവിറ്റിയുടെ ലൈനിങ് പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ബിക്കംസ് മീസോത്തീലിയം എന്നുള്ള വേർഡ് പറയും. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, അതുപോലെ ഓരോ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം കാണുന്നു എന്നുള്ളത്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗം ടിഷ്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് ചില ടിഷ്യൂസിൽ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂവും കണക്റ്റീവ് ടിഷ്യൂവും, രണ്ട് ടിഷ്യൂസ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് ഏറ്റവും നല്ലത് സാധാരണ ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഒരു ടേബിൾ ഉണ്ടാക്കി പഠിക്കുക. ടിഷ്യൂ, ഫങ്ഷൻ, സീൻ ഇൻ, ഇത്രയും കാര്യങ്ങൾ മതി. ടിഷ്യൂ, അതിൻ്റെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ്, ഫങ്ഷൻ ആൻഡ് ദേ ആർ സീൻ ഇൻ, 4 കോളം ആക്കി കഴിഞ്ഞിട്ടുള്ള ടേബിൾ നിങ്ങൾ നോക്കിയാൽ ക്ലാസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ടേബിൾ ഉണ്ടാവും. ഒറ്റയടിക്ക് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കിട്ടും. പിന്നീട് ടിഷ്യൂവിൽ നിന്ന് നമ്മൾ പോകുന്ന കോക്രോച്ചിലേക്കാണ്. കോക്രോച്ച് പഠിക്കുമ്പോൾ വി നീഡ് ടു ലേൺ അബൌട്ട് മോർഫോളജി ആൻഡ് അനാറ്റമി. രണ്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ടേംസ് ആണ്.
മോർഫോളജി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കട്ട് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കാണുന്ന കാര്യങ്ങളും. എന്നാൽ ഇത് കൂടാതെ ഈ കോക്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സും കുറച്ച് നമ്മൾ പഠിക്കണം. ഫങ്ഷനിങ് ആസ്പെക്ട്സ്, ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം പഠിക്കുമ്പോൾ ഹൗ ദാറ്റ് സിസ്റ്റം ഫങ്ഷൻസ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമാണ്. ഇതേപോലെ തന്നെയാണ് ഫ്രോഗ് ഉള്ളത്. ഞാൻ ഫ്രോഗിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫ്രോഗ് ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ സിസ്റ്റംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റെസ്പിറേഷൻ മുതൽ റീപ്രൊഡക്ഷൻ വരെ. ഫ്രോഗിന് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഫ്രോഗിൽ വാട്ട് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഫ്രോഗ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓഡ് വൺസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്രോഗ് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ്, നമുക്കൊരു ഒരു സെറ്റ് ഓഫ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ അതൊന്ന് നമുക്ക് എലാബറേറ്റ് ചെയ്യാൻ ഒരു റിവിഷൻ മോഡലിലേക്ക് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, there are 4 basic type of tissues. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം, 4 basic type of tissues. അപ്പൊ ആദ്യം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ടത് 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഏതെല്ലാമാണെന്ന്. ടിഷ്യൂസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇസ് ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ. ഫംഗ്ഷനെ ബേസ് ചെയ്ത് നമ്മൾ ടിഷ്യൂസിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വി ക്യാൻ സേ ദാറ്റ് ദെർ ആർ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയാം അല്ലേ, ആദ്യത്തെ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ ഓർ നെർവസ് ടിഷ്യൂ എന്ന് പറയും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം, ഇത് നമ്മൾ ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻ ഉപയോഗിച്ച് 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഫങ്ഷൻസ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ദ ഫംഗ്ഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഇസ് കവറിംഗ് ഓർ ലൈനിങ് ദ ബോഡി ഓർ ബോഡി പാർട്സ്. പ്രൈമറിലി ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തെയോ ശരീരത്തെയോ നമ്മൾ കവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. Then you have the connective tissue. Connective tissue and വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്, it connects different parts of the body together. ഏതെങ്കിലും 2 ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യും. മസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ ആണ്. ന്യൂറൽ ടിഷ്യൂ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ആൻസർ ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആർ, ഒന്ന് മസ്കുലാർ ഉണ്ട്, ന്യൂറൽ ഉണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, പക്ഷേ ഈ സ്കെലിറ്റൽ ടിഷ്യൂ അതിൻ്റെ ഇടയിൽ വരുന്നില്ല. സ്കെലിറ്റൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂ. അപ്പോൾ സ്കെലിറ്റൽ ടിഷ്യൂ ഇതിൽ ഏത് ടിഷ്യൂവിൻ്റെ ഉള്ളിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, സ്കെലിറ്റൽ ടിഷ്യൂ ഇസ് എ പാർട്ട് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൽ സപ്പോർട്ടീവ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും. ബോഡീനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ടിഷ്യൂവിനെയാണ് നമ്മൾ സ്കെലിറ്റൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കെലിറ്റൽ ടിഷ്യൂവിലെ പ്രൈമറിലി നമ്മൾ ഇതിനെ വീണ്ടും നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. 2 ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സ്കെലിറ്റൽ ടിഷ്യൂനെ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ബോൺ ആൻഡ് കാർട്ടിലേജ് എന്ന് പറയാം. അപ്പോൾ ഈ സ്കെലിറ്റൽ ടിഷ്യൂലെ ബോൺ ആൻഡ് കാർട്ടിലേജ്, ബോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 വാക്കുകൾ ആദ്യമായി നമ്മൾ NCERT കാണുന്നത്, ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ. കാർട്ടിലേജ് വരുമ്പോൾ ഹാർഡ് ആൻഡ് പ്ലയബിൾ. ഈ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് സ്ഥിരം സ്റ്റേറ്റ്മെന്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹാർഡ് പ്ലയബിൾ. എല്ലാ ക്യാരക്ടേഴ്സും കാർട്ടിലേജിന്റെ ആയിരിക്കും, പക്ഷെ കൊടുത്തിട്ടുള്ളത് ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ എന്നോ, അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറും ബോണിന്റെ ആയിരിക്കും, അതിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തെറ്റിപ്പോകാൻ പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ദീസ് ആർ ദ 4 ബേസിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്കെലിറ്റൽ ടിഷ്യൂ ആണ്, ഓഡ് വൺ ഔട്ട്. അപ്പോൾ ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂസിൽ ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. The inner surface of hollow tubes like bronchioles, fallopian tubes have. Bronchioles and fallopian tubes have എന്ത് തരം ടിഷ്യൂസ് ആണ് എന്നുള്ളത്. ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഏതൊക്കെ തരം ടിഷ്യൂ. NCERT വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് ഓരോ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് എവിടെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഓരോ തരം ടിഷ്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പൊ ഹോളോ എന്നുള്ളൊരു വാക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഹോളോ ട്യൂബ്സ് ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫാലോപ്പിയൻ ട്യൂബ്സ്. ബ്രോങ്കിയോൾസ് നമ്മുടെ ലങ്സിലും, ഫാലോപ്പിയൻ ട്യൂബ് ഓവിഡക്റ്റിന്റെ ഭാഗമാണ്. ഇവിടെ 2 സ്ഥലത്തും ഉള്ള എപ്പിത്തീലിയൽ ടിഷ്യൂ ഈസ് വെരി സ്പെസിഫിക്. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഐ എം ഷുവർ. ദാറ്റ് ഈസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നതാണ്. സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം നമ്മൾ പറയുമ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂനെ വി ഹാവ് ക്ലാസിഫൈഡ് ഇറ്റ് ഇൻ ടു 2 മെയിൻ ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറയുക സിമ്പിൾ എപ്പിത്തീലിയം, അനദർ ഇസ് കോൾഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയും.
നിങ്ങളുടെ കയ്യിൽ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണോ അല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാ? ആ ടിഷ്യൂല് ദർ ഇസ് എ പർട്ടിക്കുലർ വേർഡ്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഓർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം കയറി വരണം, ബേസ്മെന്റ് മെംബ്രെയിൻ. ഈ ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ വീണ്ടും അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് നോൺ സെല്ലുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ. ഇത് ഡബിൾ ഇൻവേർട്ടഡ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യണം. ബേസ്മെന്റ് മെംബ്രെയിൻ ഈസ് ഓൾവേസ് നോൺ സെല്ലുലാർ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ സാധാരണ വരുന്നതാണ് ബേസ്മെന്റ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ക്യാരക്ടർ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ബേസ്മെന്റ് മെംബ്രെയിൻ സെല്ലുലാർ, ബേസ്മെന്റ് മെംബ്രെയിൻ നോൺ സെല്ലുലാർ. ഓൾവേസ് റിമെമ്പർ ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇസ് നോൺ സെല്ലുലാർ, ഗ്ലൈക്കോപ്രോട്ടീൻസ് അല്ലെങ്കിൽ പെപ്റ്റോഗ്ലൈക്കൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബേസ്മെന്റ് മെംബ്രെയിന്റെ മുകളിൽ ഒരു ലെയർ ഓഫ് സെല്ലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഒന്നിൽ കൂടുതൽ ലെയർ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. രണ്ട് പേരാണെങ്കിൽ കവറിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് ഫംഗ്ഷൻ. ഈ നമ്മൾ പറയുന്ന സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂനെ അതിന്റെ ഫംഗ്ഷൻ അതിന്റെ ഷേപ്പ് അനുസരിച്ച് ഒരു ലെയറേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് പല തരത്തിൽ ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് സ്ക്വാമസ്, ക്യൂബോയിഡൽ, കൊളുമിനാർ ആൻഡ് സീലിയേറ്റഡ്. ഇങ്ങനെയാണ് 4 തരത്തിൽ നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടി കുറഞ്ഞതാണ്, തിന്നായിട്ടുള്ള സർഫസിൽ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട എന്താ, അങ്ങനെ കട്ടി കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ഇസ് ഡിഫ്യൂഷൻ, എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ആണ്. അപ്പൊ ഡിഫ്യൂഷൻ സർഫസിൽ കാണാം. ക്യൂബോയിഡൽ, കൊളുമിനാർ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫംഗ്ഷൻ ആണ്. രണ്ടുപേർക്കും കോമൺ ഫംഗ്ഷൻ ആണ്, ഒരേ ഫംഗ്ഷൻ ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മൾ കാണാം ക്യൂബോയിഡൽ ആൻഡ് കൊളുമിനാർ. സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ മൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ബ്രോങ്കിയോൾസിനുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ടെങ്കിൽ ശ്വാസം വലിക്കുമ്പോൾ കയറുന്ന പൊടിപടലങ്ങൾ, മ്യൂക്കസ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. താങ്ക് യു വിനോദ് ഡാനിയൽ, ഞാനിത് കാണുന്നുണ്ട്. ബട്ട് ദീസ് ആർ ബേസിക്സ്, റൈറ്റ്? അപ്പോൾ ദെൻ കംസ് നമ്മൾ പറയാ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയും. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെയേർഡ് ആണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മൾട്ടി ലെയേർഡ്. ഒരു ബേസ്മെന്റ് ലെയറിന്റെ മുകളിൽ കുറെ ലെയർ ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ്സ് എ മൾട്ടി ലെയേർഡ് എപ്പിത്തീലിയം എന്ന് പറയും. അപ്പോൾ അവിടെയും ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ കോമ്പൗണ്ട് എപ്പിത്തീലിയം പറയുമ്പോൾ NCERT ബുക്കിൽ ഒരു പ്രത്യേക വാക്ക് പറയുന്നുണ്ട്, അഡീഷണൽ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നു എന്ന് പറയാം. അപ്പം നമുക്ക് ഈ ഓപ്ഷനിൽ 4 ഓപ്ഷൻ വേറെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ആദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എല്ലാവരും ആൻസർ ചെയ്യേണ്ടതാണ്. ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു സ്ഥലത്താണ് കാണുന്നത്. ബ്രഷ് ബോർഡേഡ്, ഇവിടെ ഒരു വാക്കും കൂടി ഞാൻ ആഡ് ചെയ്തു, ക്യൂബോയിഡൽ. ഇത് എവിടെയാണ് കാണുന്നത് എന്നൊന്ന് പറയാം. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ. യെസ്, 2-3 പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ആൻ തോമസ്, ദേവനന്ദ, മുഹമ്മദ് അസീം, എല്ലാം കറക്റ്റ്. അത് നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെയാണ് നമുക്കൊരു സിംഗിൾ ആൻസറിലേക്ക് വരാവുന്നത്, വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നത്. കാരണം ബ്രഷ് ബോർഡർ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ഥലത്തേ കാണൂ. ആ ഒരു സ്ഥലം എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത്, നമ്മൾ സാധാരണ പറയാ PCT എന്ന് പറയുമ്പോൾ അവിടുത്തെ സെല്ലിന്റെ പ്രത്യേകത എന്താ? ഇതൊരു സെല്ലാണെങ്കിൽ ആ സെല്ലിന്റെ ഏറ്റവും ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, റൈറ്റ്? ആൻഡ് ദീസ് ആർ കോൾഡ് മൈക്രോവില്ലായി എന്ന് പറയും. വില്ലായി അല്ല, ദേ ആർ കോൾഡ് മൈക്രോവില്ലായി. അപ്പൊ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തുണ്ടാവും? ദ സർഫസ് ഏരിയ ക്യാൻ ബി ഇൻക്രീസ്ഡ്, അബ്സോർപ്റ്റീവ് ഏരിയ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇനി നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, മറ്റ് ചാപ്റ്ററിലേക്ക് കയറുന്നു പറഞ്ഞില്ലേ, എക്സ്ക്രീഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എൻ ആൻസർ, PCT. എന്തുകൊണ്ടാ? PCTയിലാണ് ബ്രഷ് ബോർഡർ ഉള്ളത്, അതുകൊണ്ട് അവിടെ സർഫസ് ഏരിയ ഇസ് മോർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് stratified squamous epithelium. Stratified squamous is a compound epithelium. അത് മൾട്ടി ലെയേർഡ് ആണ്. സ്ക്വാമസ് സെൽസ് മൾട്ടി ലെയേർഡ്. അപ്പോൾ ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയാ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് നമ്മുടെ വായുടെ ഉള്ളിൽ,
അവിടെ നമ്മൾ എപ്പോഴും ഭക്ഷണം ചവച്ചരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭക്ഷണം ചവച്ചരയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ദേ നീഡ് അഡീഷണൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ദെൻ സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. സാധാരണ സെക്രീഷൻസ് നടക്കുന്ന സ്ഥലത്താണ് നമ്മളിത് കാണുക എന്ന് പറയുമ്പോൾ സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. നമ്മൾ NCERT പെർ നോക്കുകയാണെങ്കിൽ എവിടെയാണ് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുക ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല, നമ്മുടെ രണ്ട് കുട്ടികൾ ആദിത്യ ആൻഡ് മുഹമ്മദ് അസീം ഹാസ് റിട്ടൺ സ്കിന്ന് നമ്മൾ എവിടെ പിടിച്ചു? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് സ്കിൻ നമുക്ക് പറയാൻ പറ്റില്ല, റൈറ്റ്? ഓക്കെ. ദെൻ സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം സാധാരണ നമ്മൾ കാണുന്നത് ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്. ഗ്ലാൻസിന്റെ ഡക്റ്റിന്റെ ഇന്നർ ലൈനിങ്ങിൽ യു ക്യാൻ സി ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയാം. ഇന്നർ ലൈനിങ് ഓഫ് ദ ഡക്ട്സ് ഓഫ് ഗ്ലാൻഡിൽ യു ക്യാൻ സി ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയാം. കാരണം അവിടെ സെക്രീഷൻ ഉള്ള സ്ഥലമാണ്, ശരിയല്ലേ? അപ്പോൾ അവിടെ കാണുന്ന പോലെ തന്നെ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ, PCT ഉൾപ്പെടെ എല്ലാ ഭാഗത്തും ക്യൂബോയിഡലാണ്. PCTയിൽ അത് ബ്രഷ് ബോർഡഡ് ആയിരുന്നു മാത്രം. അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കാണുകയാണ് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉള്ളത്. ഒന്ന് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ, ഒന്ന് ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്. ഈ ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ് പറയുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ NCERT ബുക്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാം ഡക്ട്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട് ഹാസ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നുള്ളത്. ഇത് ശരിയാ, അവിടെ കോമ്പൗണ്ടും ഉണ്ട് ക്യൂബോയിഡലും ഉണ്ട്, അത്രേ ഉള്ളൂ, റൈറ്റ്? അപ്പോൾ ഇത് ക്യൂബോയിഡിൽ എപ്പോഴും ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സിൽ നമുക്ക് കാണാം എന്നുള്ളത് ഓർക്കുക. സോ ഇസ് ഇറ്റ് ക്ലിയർ? ഇതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിന്റെ എല്ലാ ഓപ്ഷൻസും നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഈ നോട്ട് ഇല്ലാതെയൊക്കെ വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എപ്പിത്തീലിയം? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, കാരണം എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എപ്പിത്തീലിയം, അല്ലെങ്കിൽ നമ്മൾ പറയാ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്, അല്ലെങ്കിൽ നോട്ട് അസോസിയേറ്റഡ് വിത്ത് എപ്പിത്തീലിയം. ആദ്യത്തെ പോയിന്റ് ഒന്ന് ആൻസർ ചെയ്യുന്നുണ്ടോ നോക്കുക. വളരെ എളുപ്പമാണ്. ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേര് വായിക്കുന്നില്ല, ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട്. വെരി സിമ്പിൾ. കാരണം എന്താ അതിന്റെ ക്വസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ക്യാരക്ടർ നമ്മൾ പഠിക്കണം. അപ്പൊ ടിഷ്യൂസ് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിപ്പോകുന്നത് നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നോട്ട് എ ക്യാരക്ടർ ഓഫ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ സ്പേസ്. സെൽസ് വളരെ അടുത്തടുത്തിരിക്കുക, അതിന്റെ ഇടയിൽ സ്ഥലമില്ല. സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ വളരെ ശക്കലം സ്ഥലമേ ഉള്ളൂ. അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു പ്രത്യേകത. സെൽസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ് വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ സ്പേസ്. ഓക്കെ, അപ്പൊ അത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇവിടെ നോക്കുക, നോ എന്താണ് അർത്ഥം? ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല. പക്ഷെ നമ്മൾ പറയുന്നു ലിറ്റിൽ എന്ന് പറയുന്നത്, ലിറ്റിൽ സ്റ്റാൻഡ്സ് ഫോർ നോ ഇന്റർസെല്ലുലാർ സ്പേസ്. പക്ഷെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ആൻസർ ചെയ്ത ഈ ഒരു പോയിന്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂല് ബ്ലഡ് വെസൽസ് ഇല്ല. നമ്മളൊരു എപ്പിത്തീലിയൽ ടിഷ്യൂ എടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ യു ആർ നോട്ട് ഗോയിങ് ടു സീ എനി ബ്ലഡ് വെസൽസ്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ഡു നോട്ട് ഹാവ് ഓർ ദേ ഡു നോട്ട് പൊസസ് ബ്ലഡ് വെസൽസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദേ ആർ ഹൈലി വാസ്കുലറൈസ്ഡ് എന്ന് പറയുമ്പോൾ ആ പോയിന്റ് നമുക്ക് തെറ്റായിട്ട് എടുക്കണം, ശരിയല്ലേ? അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയ സംശയമുണ്ട്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ഫുഡും ന്യൂട്രിയൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഹൗ ആർ ദേ ഗോയിങ് ടു ഗെറ്റ് ന്യൂട്രിയൻസ്? അവർക്ക് ഭക്ഷണം ഇല്ലാതെ പറ്റില്ല. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ ബ്ലഡ് വെസൽസ് ഇല്ലാതാനും എങ്ങനെയാണ് അവർക്ക് ന്യൂട്രിയൻസ് കിട്ടാൻ പോകുന്നത്? ഹൗ ഡു ദേ ഗെറ്റ് ന്യൂട്രിയൻസ്? എന്തായാലും ഒരു സെല്ലിന് ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ. ആ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റൻ ആണ് അതിൽ. അത് ഞാൻ ചോദിക്കും, നിങ്ങൾ ആൻസർ എന്താ ഇടുന്നതെന്നുള്ളത്. ഓക്കെ, ഹൗ? സി, ആക്ച്വലി ദേ അബ്സോർബ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഡിഫ്യൂഷൻ ഒരു പാർഷ്യലി കറക്റ്റ് ആണ്. സി, ഇടയ്ക്ക് ഒരു ആൻസർ വരുന്നുണ്ട്, ബേസ്മെന്റ് മെംബ്രെയിൻ. ബേസ്മെന്റ് മെംബ്രെയിനിലൂടെ വലിച്ചെടുക്കും എന്ന് പറയും. ഡിഫ്യൂഷൻ ആ ബേസ്മെന്റ് മെംബ്രെയിനിലൂടെയാണ്, അഡ്ജസന്റ് ടിഷ്യൂസിൽ നിന്ന് ബേസ്മെന്റ് മെംബ്രെയിനിലൂടെ വലിച്ചെടുക്കുന്നു. അപ്പൊ അവിടെ വേറൊരു ക്വസ്റ്റൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ബേസ്മെന്റ് മെംബ്രെയിൻ?
ബേസ്മെന്റ് മെംബ്രെയിൻ ഒന്ന് സെല്ലിന് ഒരു സപ്പോർട്ട് മീഡിയം ഉണ്ട്, അത് കൂടാതെ അടിയിലെ ടിഷ്യൂവിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ, ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനും ബേസ്മെന്റ് മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഫോംസ് എ കവറിംഗ് ഓർ ലൈനിങ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സർഫസസ്. ശരിയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ, റെസ്പിറേഷൻ. ദാറ്റ് ഇസ് കറക്റ്റ്. ഒരു 4 ഫംഗ്ഷൻ കൂടി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ, ബോഡീനെ കവർ ചെയ്യുന്നുണ്ട്. സെക്രീഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അബ്സോർപ്ഷൻ, റെസ്പിറേഷൻ. If I say it helps in reproduction, ശരിയാവോ? ഇറ്റ് ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ ശരിയാവും, കാരണം ജെർമിനൽ എപ്പിത്തീലിയം എന്ന് നമ്മൾ പറയും. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലുള്ള എപ്പിത്തീലിയം, ജെർമിനൽ എപ്പിത്തീലിയം. അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓർ ദ ഫങ്ഷനിങ് ഓഫ് സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൽ നമുക്ക് യു ഹാവ് സെൻസറി എപ്പിത്തീലിയം എന്ന് പറയാം. ഇറ്റ് ഹെൽപ്സ് ഇൻ സെക്രീഷൻ എന്ന് പറയുമ്പോൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പോൾ ഇതെല്ലാം എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഫിൽട്രേഷൻ പറയാം, കാരണം ബോമൻസ് ക്യാപ്സ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് പോഡോസൈറ്റ്സ് അല്ലേ? പോഡോസൈറ്റ്സിൽ ഫിൽട്രേഷൻ ആണ് ഫംഗ്ഷൻ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കറിയാം, ദേ ആർ നോട്ട് ഹൈലി വാസ്കുലറൈസ്ഡ് ആണ്. ബ്ലഡ് വെസൽസ് ഇല്ലേ ഇല്ല. എ വാസ്കുലാർ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക, എ വാസ്കുലാർ. ഓക്കെ, ശരി, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നതാണ്. എപ്പിത്തീലിയം വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ്. ഇവിടെ പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് ആൻസർ ക്ലൂ ഉണ്ടാവും. ടോൾ, സ്ലെൻഡർ, അത്രയും കിട്ടുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് വിത്ത് ന്യൂക്ലിയൈ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ്. ന്യൂക്ലിയസ് കാണുന്നത് താഴത്തേക്കാണ്, അറ്റ് ദ ബേസ്. സംടൈംസ് ദ ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലൈ ഓർ വില്ലൈ ഇല്ലാതെ ഇരിക്കാം. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ആൻസർ അങ്ങനെയുള്ള സെൽസ് ഏതാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള സെൽസ് എവിടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബയോളജിയിൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെയാണ് കൺഫ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 2 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് ഏതാ സെല്ല് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെയുള്ളത് ഈസ് എ കൊളുമിനാർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, റൈറ്റ്? കൊളുമിനാറിന് ഓവൽ ഷേപ്പ് ന്യൂക്ലിയൈ സീൻ ടുവേർഡ്സ് എ ബേസ് എന്ന് പറയും. അപ്പോൾ അവരുടെ സർഫസിൽ മൈക്രോവില്ലൈ ഉണ്ടാകാം, ഉണ്ടാകാതെ ഇരിക്കാം. ഈ കൊളുമിനാർ എപ്പിത്തീലിയം എവിടെ കാണുന്നു? ടെക്സ്റ്റിൽ നമ്മുടെ മനസ്സിലേക്ക് വരണം. കൊളുമിനാർ എപ്പിത്തീലിയം ടെക്സ്റ്റിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഭാഗത്താണ് കൊളുമിനാർ എപ്പിത്തീലിയം ഉള്ളത് എന്നുള്ളത് ആൻസർ ചെയ്തിട്ടുള്ള മെജോറിറ്റി എനിക്ക് തോന്നുന്നു 3ലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? 3 എന്ന് പറഞ്ഞാൽ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. അത് ശരിയാ, ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. അപ്പൊ അതിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, മൈക്രോവില്ലൈ ഉള്ള കൊളുമിനാർ എപ്പിത്തീലിയം നമുക്ക് എവിടെ കാണാം ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. മൈക്രോവില്ലൈ ഉള്ള കൊളുമിനാർ എപ്പിത്തീലിയം ക്യാൻ ബി സീൻ ഇൻ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റസ്റ്റൈനൽ വില്ലായി. ഇവിടെ ഒരു ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇൻറ്റസ്റ്റൈനെ നമ്മൾ മുറിച്ച് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻറ്റസ്റ്റൈൻ്റെ ഉൾഭാഗം is actually ഇങ്ങനെ ഫിംഗർ ഷേപ്ഡ് പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ ഫിംഗർ ഷേപ്പ് പ്രൊജക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ ഇവിടെ നിന്നും ഇങ്ങനെ ഉണ്ടാവും, മൊത്തം ഫിംഗർ ഷേപ്പ് പ്രൊജക്ഷൻസ് ആ പ്രസന്റ്. ദേ ആർ കോൾഡ് വില്ലായി. അപ്പൊ നമ്മളൊരു വില്ലായി നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ വില്ലായി, ഇൻറ്റസ്റ്റൈനൽ വില്ലായി. ഈ ഇൻറ്റസ്റ്റൈനൽ വില്ലായുടെ സർഫസിൽ ദർ ആർ കൊളുമിനാർ സെൽസ്, റൈറ്റ്? ഈ കൊളുമിനാർ സെൽസിന്റെ സർഫസ് ഈസ് ബ്രഷ് ബോർഡേർഡ് ആണ്. അപ്പോൾ വില്ലായിലല്ല, ദീസ് ആർ മൈക്രോവില്ലായി, റൈറ്റ്? വില്ലായുടെ പുറത്ത് ദർ ആർ മൈക്രോവില്ലായി ഉള്ള കൊളുമിനാർ എപ്പിത്തീലിയം. വില്ലായുടെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസ് സർഫസ് ഏരിയ, മൈക്രോവില്ലായി ഫർദർ ഇൻക്രീസസ് ദി അബ്സോർപ്റ്റീവ് ഏരിയ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ മൈക്രോവില്ലായി ഉള്ളത് ഇൻറ്റസ്റ്റൈനിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള കൊളുമിനാർ എപ്പിത്തീലിയത്തിലാണ്. ഡക്സ് ഓഫ് ഗ്ലാൻഡ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യൂബോയിഡൽ. വാൾ ഓഫ് ദ ബ്ലഡ് വെസൽ ആൻഡ് എയർ സാക്ക് ഓഫ് ലങ്സ് ഡിഫ്യൂഷൻ സർഫസ് ആണ്. അപ്പോൾ അവിടെ കാണുന്നത് സ്ക്വാമസ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ ബ്രഷ് ബോർഡേർഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റിനെ നമ്മൾ ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ.
Which of the following serves as a support framework for epithelium? NCERTയിലെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആർക്കും തെറ്റിക്കില്ല, ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. കാരണം എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ നിന്ന് നമ്മൾ അടുത്ത ടിഷ്യൂവിലേക്ക് ചാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതാണ് സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. കാരണം ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഏരിയോളാർ ടിഷ്യൂ. Areolar tissue acts as a support framework for epithelium. Adipose tissue എന്ന് പറഞ്ഞാൽ ഫാറ്റ് സ്റ്റോറേജിനുള്ള ടിഷ്യൂ ആണ്. യു ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും ചില കുട്ടികൾക്കെങ്കിലും. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ 3 സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് നമ്മൾ സാധാരണ പഠിക്കുക. ബ്ലഡ്, ബോൺ ആൻഡ് കാർട്ടിലേജ്. NCERTയിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ദ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആർ ബ്ലഡ്, ബോൺ ആൻഡ് കാർട്ടിലേജ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ക്ലിയർ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് മാട്രിക്സ് ആണ്. ഇവരുടെ മാട്രിക്സ് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ നിങ്ങൾക്ക് അറിയാം, ഒരു കണക്റ്റീവ് ടിഷ്യൂ വിൽ ഹാവ് സെൽസ്, ഫൈബേഴ്സ് ആൻഡ് മാട്രിക്സ്. ഏതൊരു കണക്റ്റീവ് ടിഷ്യൂവിന് 3 ഭാഗങ്ങളാണ്: സെൽസ്, മാട്രിക്സ് ആൻഡ് ഫൈബേഴ്സ്. ഇതിൽ മാട്രിക്സിന്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിനെ പല തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഇത് 3ഉം കണക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മാട്രിക്സ് എങ്ങനെ ഉണ്ടാവും, മാട്രിക്സിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ്, ബോൺ, കാർട്ടിലേജ്, ഇവരുടെ മാട്രിക്സ് വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി നല്ലോണം പഠിക്കുന്ന കുട്ടികൾ ഈ ബുക്കിന്റെ ബാക്കിലുള്ള സമ്മറി ഭാഗം കൂടി നല്ലോണം വായിക്കും. അപ്പോൾ സമ്മറി ഭാഗത്ത് ഒരു കൺഫ്യൂഷൻ ഉള്ളത് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. സെക്കൻഡ് പാരഗ്രാഫിന്റെ സമ്മറിയിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? ആഡിപ്പോസ് ടിഷ്യൂ, ബ്ലഡ്, ബോൺ ആൻഡ് കാർട്ടിലേജ് ആർ ദ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ശരിയുണ്ട്, ഒരു തെറ്റുണ്ട്. കാരണം നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ മാട്രിക്സ് ആണ്. ആ മാട്രിക്സ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ്, ബോൺ ആൻഡ് കാർട്ടിലേജേ വരൂ. എന്നാൽ ചില കണക്റ്റീവ് ടിഷ്യൂ വിൽ പെർഫോം സ്പെഷ്യൽ ഫങ്ഷൻസ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താ? അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക? കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടുഗെദർ. ശരീരത്തിന്റെ ഏതെങ്കിലും 2 ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. പക്ഷേ നമ്മൾ ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെയും ഫംഗ്ഷൻ 2 ഭാഗങ്ങളെ കണക്ട് ചെയ്യലല്ല. ഫോർ എക്സാമ്പിൾ, ഈ ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻ പ്രധാനമായിട്ടുണ്ട് പറയാം. ഒന്ന് എല്ലാവർക്കും അറിയാം, ഫാറ്റ് സ്റ്റോറേജ്. അത് ആഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഒരു ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഞാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വാട്ട് ഇസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് ആഡിപ്പോസ് ടിഷ്യൂ? നിങ്ങൾ ആൻസറൊക്കെ ഇടുന്നില്ല എന്ന് വേണം കാണാനായിട്ട്. സ്റ്റോറേജ് ഓഫ് ഫാറ്റ്, അഫ്സൽ ശരിയാണ്, അതാണ് ബേസിക് ഫംഗ്ഷൻ. ഈ സ്റ്റോറേജ് ഓഫ് ഫാറ്റ് അല്ലാതെ ഒരു പണിയും കൂടി ഉണ്ട് ആഡിപ്പോസ് ടിഷ്യൂവിന്. അതൊരു സ്റ്റോറേജ് ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇനി ഇറ്റ് ഹാസ് അനദർ സ്പെഷ്യൽ ഫംഗ്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നല്ല അത്യാവശ്യം തടിയൊക്കെ ഉള്ള ആൾക്കാർ തണുത്ത സ്ഥലത്ത് പോയാൽ പെട്ടെന്ന് വിറച്ചു തുടങ്ങില്ല. കാരണം ദേ ഹാവ് എ ഫാറ്റി ലെയർ ഓൺ ദെയർ ബോഡി, ഒരു ബ്ലബർ. അല്ലേ? നിങ്ങൾ വെയിൽസൊക്കെ പഠിക്കുമ്പോൾ, അക്വാട്ടിക് മാമലൊക്കെ പഠിക്കുമ്പോൾ ബ്ലബറിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾ ഒരു ഫാറ്റ് കോട്ടിങ് ഉള്ളതുകൊണ്ട് ഇറ്റ് ആക്ട്സ് ആസ് എൻ ഇൻസുലേറ്റർ, നമുക്കൊരു പുതപ്പ് കിട്ടിയ മാതിരിയാണ്. അപ്പോൾ ഈ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ എന്നൊരു പേര് അതിന് കൊടുത്താലും അതിന് ഈ കണക്ഷനുമായിട്ട് യാതൊരു ബന്ധവും പറയാൻ പറ്റില്ല. ഒന്ന് ഫാറ്റ് സ്റ്റോറേജ്, ഒന്ന് മെയിൻ്റനൻസ് ഓഫ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് പറയാം അതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ടിഷ്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ അനുസരിച്ച് അല്ല ഡിവൈഡ് ചെയ്യുന്ന, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് മാട്രിക്സ് ആണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, സമ്മറിയിൽ അങ്ങനെ പറഞ്ഞിട്ട് അഡിപ്പോസ് ടിഷ്യൂ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആവില്ല. അഡിപ്പോസ് ടിഷ്യൂ ഇസ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. ഓക്കെ, ദെൻ അപ്പോൾ അത് ക്ലിയർ അല്ലേ? റൈറ്റ്. ആഡിപ്പോസ് ടിഷ്യൂവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞു. ഇനി ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന 2 തരത്തിൽ, ദാറ്റ് ഈസ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞ് 2 തരത്തിൽ കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറയാം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ
ആ കണക്റ്റീവ് ടിഷ്യൂവിലെ ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ ലൂസ്ലി അറേഞ്ച്ഡ്, ചിന്നിച്ചെതിറി കിടക്കുക. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് മാട്രിക്സിൽ ഇങ്ങനെ ലൂസായി കിടക്കുക. എന്നാൽ ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഇങ്ങനെ ഇടുങ്ങി തിങ്ങി കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് ബിക്കംസ് എ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ സ്കാറ്റേർഡ് ഇൻ ദ മാട്രിക്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഫൈബേഴ്സ് ഫൈബ്രോബ്ലാസ്റ്റിന്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് അനുസരിച്ചാണ് നമ്മൾ ഡെൻസ് ആൻഡ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ആൻസർ അത് കിട്ടിയിട്ടുണ്ട്. ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ, ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡെർമിസ് ഓഫ് സ്കിൻ. ഡെർമിസ് ഓഫ് സ്കിൻ ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, ഡെർമിസ് ഓഫ് സ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ സ്കിൻ ഇസ് ഫോംഡ് ഓഫ്, സ്കിന്നിൽ എന്ത് കണക്റ്റീവ് ടിഷ്യൂ ഉള്ളത്? ഡെൻസ് റെഗുലർ, ലൂസ് കണക്റ്റീവ്, ഡെൻസ് ഇറഗുലർ, എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ സ്കിന്നിൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത് സ്കിന്നിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ഒക്കെ ഉണ്ടാവാം, പക്ഷെ ഡെർമിസ് ഇന്നർ ലെയർ ഹാസ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഡെർമിസ് ഓഫ് ദ സ്കിൻ ഹാസ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്ന് വെച്ചാൽ ഈ ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ഒരു റെഗുലർ പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നല്ല അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഡെൻസ് റെഗുലർ. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ചിന്നിച്ചെതറി കിടക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ഡെൻസ് ഇറഗുലർ എന്ന് പറയും. അത് നല്ലോണം കുറേ ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഉണ്ട്, പക്ഷെ അവരിങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഡെൻസ് റെഗുലർ. ഓർഡർ ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡെൻസ് ഇറഗുലർ എന്ന് പറയും. അപ്പോൾ ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ ഡെൻസ് ഇറഗുലർ ആൻഡ് ഡെൻസ് റെഗുലർ ആർ പ്രസന്റ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ നിങ്ങളുടെ ആൻസർ കിട്ടിയിട്ടേ അടുത്തതിലേക്ക് പോവുള്ളൂ. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഡെർമിസ് ഓഫ് ദ സ്കിന്നിൽ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇത് സ്കിൻ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം, റൈറ്റ്? സോ ദി ആൻസർ 3 വരും. പക്ഷേ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ സ്കിന്നിലുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് സ്കിന്നിൽ അല്ലാതെ കാണുന്ന ഒരു 2 സ്ഥലം മിനിമം പറയാമോ? സ്കിന്നിലുണ്ട്, സ്കിന്നിലല്ലാതെ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ കാണുന്ന ഒരു 2 സ്ഥലം. നമ്മൾ വേറെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ചും പഠിച്ചിട്ടുണ്ട്. ആരും ആൻസർ ചെയ്യുന്നില്ല. ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ കഴിഞ്ഞു, ഫാരിങ്സ് ബക്കൽ കാവിറ്റി അല്ല. അക്ഷയ് ശ്രദ്ധിക്കണം, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഒരു സ്ഥലം സ്കിന്നാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദസ്ന, ട്യൂണിക്ക ആൽബ്യൂജീനിയ എന്ന് ദസ്ന പറഞ്ഞു, അത് ശരിയായിട്ട് നമുക്ക് എടുക്കാം. ആൻ തോമസ് പറഞ്ഞു പെരിയോസ്റ്റിയം. 2 എണ്ണം ഞാൻ ചോദിച്ചു, 2 എണ്ണമായി. എന്തായാലും ആൻ തോമസ് ഒരെണ്ണം കൂടി പറ. പാൻക്രിയാസ് അല്ല മോനെ, നോസ് അല്ല. 2 ആൻസർ നമുക്ക് എടുക്കാം. ഒന്ന് പെരിയോസ്റ്റിയം. അപ്പൊ ആദ്യത്തെ പ്രശ്നമാണ്, എന്താണ് പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്? പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ ബോണിന് ചുറ്റുമുള്ള കവറിങ്. ബോണിന് ചുറ്റും ഒരു ഡെൻസ് ഇറഗുലർ ടിഷ്യൂ കവറിങ് ഈസ് പ്രസന്റ്, ദാറ്റ്സ് കോൾഡ് പെരിയോസ്റ്റിയം. ഇതുപോലെ കാർട്ടിലേജിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് പെരികോൺഡ്രിയം. ഇപ്പൊ ആരോ പെരികോൺഡ്രിയം വന്നിട്ടുണ്ട്, ആൻ തോമസിന്റെ പെരികോൺഡ്രിയം. അപ്പൊ പെരികോൺഡ്രിയം എന്ന് പറയുമ്പോൾ അത് കാർട്ടിലേജിന് ചുറ്റുമുള്ള കവറിങ് ആണ്. സോ യു ഹാവ് പെരിയോസ്റ്റിയം ആൻഡ് പെരികോൺഡ്രിയം എന്ന് പറയാം. പിന്നെ അതുപോലെ നിങ്ങൾ പറഞ്ഞ ട്യൂണിക്ക ആൽബ്യൂജീനിയ, അവിടെയെല്ലാം ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. എന്നാൽ ഏതായാലും അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ 2 സ്ഥലം പറയുന്നുണ്ട്, ടെൻഡൻസ് ആൻഡ് ligaments. So you have tendons and ligaments. അപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടെൻഡൻസ് എവിടെ കാണും, ലിഗമെന്റ്സ് എവിടെ കാണും എന്നുള്ളത്. ടെൻഡൻസ് കണക്ട് മസിൽസ് ടു ബോൺസ് ആൻഡ് ലിഗമെന്റ് കണക്ട് ബോൺ ടു ബോൺ. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, എല്ലുള്ളത് എല്ലിനെ കണക്ട് ചെയ്യും, എല്ലില്ലാത്തത് മസിലിനെ കണക്ട് ചെയ്യും എന്നുള്ളത്. ലിഗമെന്റ്സ് കണക്ട് ബോൺ ടു ബോൺ, മെയിൻലി എന്നൊരു വാക്ക് അതിന്റെ കൂടെ വേണം കേട്ടോ. ലിഗമെന്റ്സ് കണക്ട് ബോൺ ടു ബോൺ മെയിൻലി. ഈ ബോൺ ടു ബോൺ അല്ലാതെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ലിഗമെന്റ്സ് ഉണ്ടോ? ബോൺ ടു ബോൺ അല്ലാതെ, ലിഗമെന്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ബോൺ ടു ബോൺ എന്നല്ല പറയുക, ദേ കണക്ട് ബോൺ ടു ബോൺ, ഓർഗൻ ടു ഓർഗൻ ഓർ ഓർഗൻ ടു ബോഡി വാൾ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ ലിഗമെന്റ്? ലിഗമെന്റ് ബോൺ ടു ബോൺ, അത് എഗ്രീഡ്. അശ്വിൻ
പക്ഷേ ബോൺ ടു ബോൺ അല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ലിഗമെന്റ്. സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻ സുവോളജിയിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കും. ദാറ്റ് ഈസ് ലിഗമെന്റ്സ്, എല്ലിനെ അല്ലാതെ കണക്ട് ചെയ്യുന്ന ലിഗമെന്റിനെ കുറിച്ച്. യെസ് അമ്മായി. ഓവറി ഈസ് കണക്റ്റഡ് ടു ദ ബോഡി വാൾ, റൈറ്റ്? യൂട്രസ്, അവിടെയെല്ലാം ദർ ആർ ഒവേറിയൻ ലിഗമെന്റ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓവറീനെ കണക്ട്, അവിടെ എല്ലൊന്നുമില്ല, ദേ ആർ ഒവേറിയൻ ലിഗമെന്റ്സ്. അപ്പൊ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി കണക്ട് ബോൺ ടു ബോൺ, ടെൻഡൻ മെയിൻലി കണക്ട് മസിൽസ് ടു ബോൺസ് എന്ന് പറയാം. ഓക്കെ, സോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ് ഈ പറഞ്ഞ കൂട്ടത്തിൽ. അപ്പൊ ഡെർമിസ് ഓഫ് ദ സ്കിൻ, ഇസ് ഇറ്റ് ക്ലിയർ? വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, വായിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫോൾസ്. ഇവിടെ വായിക്കുമ്പോൾ തന്നെ ഫോൾസ്. അപ്പോൾ മസിൽസിനെ കുറിച്ച് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഫോൾസ് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, എന്താണ് 1 and 2 ഉണ്ടെങ്കിൽ അതാണ് ആൻസർ എന്ന് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ഒന്ന് വായിച്ചു നോക്കി ആൻസർ ഇടുക. Wall of the blood vessel, stomach and intestine contains striated muscle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is wrong. ശരിയല്ലേ? Wall of the blood vessel, stomach and intestine has a non-striated, അല്ലെങ്കിൽ നമ്മൾ എന്താ ഇതിന് പറയുക? സ്മൂത്ത് മസിൽസ് എന്ന് പറയും, റൈറ്റ്? ഇനി ഈ സ്റ്റൊമക്കിന് പകരം അബ്ഡോമൻ, അബ്ഡോമനിലുള്ള മസിൽ ഏതാ ചോദിച്ചാൽ എന്താ പറയാ? വാട്ട് ഇസ് ദ മസിൽ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ അബ്ഡോമിനൽ വാൾ? അബ്ഡോമിനൽ വാളിലുള്ള മസിൽ. വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. യാ, സ്മൂത്ത് മസിൽ അല്ലേ? എല്ലാവരും സ്മൂത്ത് മസിലാണ്. തീർത്ത, അമീഷ് ഒക്കെ സ്മൂത്ത് മസിലാണ്. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമ്മുടെ ഏബിൾ അതിൻ്റെ ഇടയിൽ ഒരു സ്ട്രൈറ്റഡ് കയറ്റിയിട്ടിട്ടുണ്ട്. അബ്ഡോമിനൽ വാളിലുള്ള മസിൽസ് ആർ സ്ട്രൈറ്റഡ്. അതായത് ഇവിടെയാണ്. നമ്മൾ ഈ അബ്ഡോമിനും സ്റ്റൊമക്കും തമ്മിൽ തെറ്റിപ്പോരുത്. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സാധാരണ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്നതാണ്. അബ്ഡോമിനൽ വാൾ സ്മൂത്ത് മസിൽസ്, അബ്ഡോമിനൽ വാൾ ഇത് നമുക്ക് വലുതാക്കി ചെറുതാക്കി ഒക്കെ പറ്റും, അനക്കാൻ പറ്റും. ദിസ് ഈസ് വോളണ്ടറി മസിൽസ്, ഇറ്റ് ഇസ് സ്ട്രൈറ്റഡ് മസിൽസ് ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ വാൾ ഓഫ് ദ ബ്ലഡ് വെസൽ സ്ട്രൈറ്റഡ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആർ ഫ്യൂസിഫോം. ഫ്യൂസിഫോം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം പോലെ രണ്ടറ്റവും കൂർത്തിരിക്കുന്നത് അല്ലേ? ഫ്യൂസിഫോം. അപ്പൊ അത് ശരിയല്ലേ? സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആർ ഫ്യൂസിഫോം. Cell junctions hold smooth muscle fibers together and they are bundled together in a connective tissue sheath. Right? Cell junctions connect smooth muscles. അപ്പോൾ ഇതിനെ ആൻസർ ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുള്ള എന്താ? 1 and 3 അല്ലേ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്? അല്ല, സുനില മാത്രം 1ലേക്കാണ് നിൽക്കുന്നത്. റൈറ്റ്. സി, ഇത് സെൽ ജംഗ്ഷൻസ്, ഇത് കറക്റ്റാണ്. കാരണം ഇത് NCERTയിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. സെൽ ജംഗ്ഷൻസ് ഹോൾഡ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ടുഗെദർ ആൻഡ് ദേ ബണ്ടിൽ ടുഗെദർ ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽ ജംഗ്ഷൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുക. സെൽ ജംഗ്ഷൻസ് ഏതൊക്കെ ടിഷ്യൂലും ഉണ്ട് ചോദിച്ചാൽ എല്ലാ ടിഷ്യൂസിലും ഉണ്ട് സെൽ ജംഗ്ഷൻസ്. സെൽ ജംഗ്ഷൻസ് ആർ പ്രസന്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ടിഷ്യൂസ്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂല് സെൽ ജംഗ്ഷൻസ് ആർ വെരി പ്രോമിനന്റ്, എടുത്ത് കാണിക്കുന്ന. കാരണം എന്താ? എപ്പിത്തീലിയൽ ടിഷ്യൂല് സെൽസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്, റൈറ്റ്? അപ്പൊ സെൽ ജംഗ്ഷൻസ് എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂല് ദേ ആർ വെരി ക്ലോസ്ലി പാക്ഡ് ആണ്, റൈറ്റ്? വളരെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടാവും. ദേ ആർ വെരി ക്ലോസ്ലി പാക്ഡ്. അതുകൊണ്ട് തന്നെ സെൽ ജംഗ്ഷൻസ് നമുക്ക് എളുപ്പത്തിൽ കാണാം. മറ്റ് ടിഷ്യൂസിലെ സെൽസ് ഒക്കെ അകന്ന് നിൽക്കുകയാണെങ്കിൽ സെൽ ജംഗ്ഷൻസിന്റെ നമ്പർ കുറവായിരിക്കും, അല്ലെങ്കിൽ സെൽ ജംഗ്ഷൻസ് നമുക്ക് സ്പോട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ സ്മൂത്ത് മസിൽസിൽ സെൽ ജംഗ്ഷൻസ് ഉണ്ട്. ഇത് NCERT സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സാധാരണ ഈ ബോത്ത് 1 and 3 കാണുമ്പോൾ നമ്മൾ ചാടിക്കറി 1 and 3 ആൻസർ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കണം, അതിലെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റണം. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? സെൽ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞ ആ വാക്കിൽ നമുക്ക് എത്ര തരം സെൽ ജംഗ്ഷൻസ് ഉണ്ട് ചോദിച്ചാൽ മെയിൻലി 3 തരത്തിലുള്ള സെൽ ജംഗ്ഷൻസ് ആണ്. ദാറ്റ് ഈസ് ഗ്യാപ്പ്, ടൈറ്റ് ആൻഡ് അഡ്ഹിയറിംഗ്. ഇത് ഓരോന്നും ഓരോ ഫങ്ഷൻ ആസ്പെക്റ്റിലാണ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ്.
രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ജംഗ്ഷൻ, രണ്ട് സെല്ലുകളുടെ ഇടയിൽ ഒരു ഗ്യാപ് ജംഗ്ഷൻ ഉണ്ട്. ഇതിപ്പോ രണ്ട് സെല്ല്, ഇതിനിടയിൽ ഒരു ഗ്യാപ് ജംഗ്ഷൻ ഉണ്ട് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ക്യാൻ ഒക്കർ ത്രൂ ദാറ്റ് ഗ്യാപ് ജംഗ്ഷൻ. Molecules and ions can freely move from one cell to another cell. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് molecules and ions can freely move through these gap junctions. അപ്പോൾ ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നേരെ ഉൾട്ട ഓപ്പോസിറ്റ് ആണ് ടൈറ്റ് ജംഗ്ഷൻ. സോ വാട്ട് ഇസ് ടൈറ്റ് ജംഗ്ഷൻ? ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് സെല്ലുകളുടെ ഇടയിൽ ഒരു ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട് പറഞ്ഞാൽ അതിലൂടെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. There is no transfer of substances from one cell to another cell if the junction is a tight junction. But that is what you call as a tight junction എന്ന് പറയുന്നത്. Adhering junction has nothing to do with transfer of molecules. അതൊരു പശ പോലെയാണ്, രണ്ട് സെല്ലിനെ ഒട്ടിച്ച് നിർത്തുക മാത്രമേ ഉള്ളൂ. Right? Adhering junction has no other role, it just attaches two cells together. അപ്പോൾ ഇത് നോക്കുക, എപ്പിത്തീലിയൽ ടിഷ്യൂലൊക്കെ കുറേ സെല്ലുകൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുക. അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് നിൽക്കണ്ടേ? ടിഷ്യൂ എന്ന വാക്കിന്റെ തന്നെ ഡെഫിനിഷൻ എന്താ? എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് പെർഫോംസ് എ സിംഗിൾ കോമൺ ഫംഗ്ഷൻ. ഒരേ പ്രവൃത്തി ചെയ്യുന്ന ഒരു കൂട്ടം സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ സെല്ലുകൾ ഒന്നിച്ച് നിൽക്കേണ്ടത് ഒരു ആവശ്യമല്ലേ? അപ്പോൾ സെല്ലുകൾ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് അഡ്ഹിയറിംഗ് ജംഗ്ഷൻസ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം, 3 തരത്തിലുള്ള ജംഗ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. So, is it clear? എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും. വായിച്ചു നോക്കുക, ആൻസർ ചെയ്യുക. വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. only connective tissue without fibroblast. ഫൈബ്രോബ്ലാസ്റ്റ് ഇല്ലാത്ത കണക്റ്റീവ് ടിഷ്യൂ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ കണക്റ്റീവ് ടിഷ്യൂ വിത്തൗട്ട് ഫൈബ്രോബ്ലാസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? ബ്ലഡ് ഇസ് എ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഫൈബേഴ്സ്. അപ്പം നമ്മൾ ഇവിടെ ഒരു ഓഡ് വൺ ഔട്ട് ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഫൈബേഴ്സ്, മാട്രിക്സ് ആൻഡ് സെൽസ്. പക്ഷെ ബ്ലഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഫൈബേഴ്സ്. Fibers are absent in blood. അത് കൊളാജൻ, ഇലാസ്റ്റിൻ ഫൈബേഴ്സ്, കൊളാജൻ ഫൈബേഴ്സ്, ഇങ്ങനത്തെ ഫൈബേഴ്സ് ഇല്ല. റൈറ്റ്? സോ ബ്ലഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഫൈബേഴ്സ്. ഫൈബേഴ്സ് ഉണ്ടാകാൻ സഹായിക്കുന്ന സെൽസ് ആണ് ഫൈബ്രോബ്ലാസ്റ്റ്. ഫൈബ്രോബ്ലാസ്റ്റ് 2 ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ഫൈബേഴ്സ് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് ഇറ്റ് ഈസ് എ മെയിൻ സോഴ്സ് ഫോർ എ മാട്രിക്സ്. അപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി, ബ്ലഡിന്റെ മാട്രിക്സ് എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത്. ബ്ലഡിന് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് പറഞ്ഞാലും ബ്ലഡിന് ഒരു പ്രത്യേകത, അതിന്റെ മാട്രിക്സ് ഇസ് ഫോൺ ഫ്രം അതർ പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ദേ ബിക്കം എ പാർട്ട് ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ. ബ്ലഡിന് സ്വന്തമായിട്ട് മാട്രിക്സോ ഫൈബേഴ്സോ ഉണ്ടാവുന്നില്ല. മാട്രിക്സ് ഇസ് ഫോൺ ഫ്രം അതർ സെൽസ്, ദേ ബിക്കം എ പാർട്ട് ഓഫ് ദ ബ്ലഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, കാർട്ടിലേജ് ആൻഡ് ബോൺ. അപ്പോൾ വിത്തൗട്ട് ഫൈബ്രോബ്ലാസ്റ്റ്, ഫൈബേഴ്സ് ഇല്ലാത്തത് ബ്ലഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അത് ഓർത്തിരിക്കേണ്ട പോയിന്റ് കൂടിയാണ്. Which of the following structure show cartilage? അപ്പോൾ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തരുണാസ്ഥി എന്ന് പറയും. റൈറ്റ്? നമ്മുടെ ബോഡിയിൽ സപ്പോർട്ടീവ് ടിഷ്യൂസ് ഉണ്ട്. സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ ആൻഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ബോൺ ആൻഡ് കാർട്ടിലേജ് രണ്ടിൻ്റെയും ഫംഗ്ഷൻ നമ്മുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എ ബോൺ ആൻഡ് കാർട്ടിലേജ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം ശക്തിയുള്ളതാണ്, ഹാർഡാണ്. ദേ ആർ പ്ലയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വളയ്ക്കുകയോ ഒന്ന് ഞെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സ്ട്രോങ് ആണ്, ദേ ആർ ഹാർഡ് ബട്ട് ദേ ആർ പ്ലയബിൾ. കാർട്ടിലേജിൽ ഒരു പ്രോട്ടീൻ ഉണ്ട് ആൻഡ് ദാറ്റ് പ്രോട്ടീൻ ഇസ് കോൾഡ് കോൺഡ്രിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കോൺട്രിക് തൈസ്. അപ്പോൾ കോൺഡ്രിൻ പ്രോട്ടീൻ ഉള്ളതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. നൗ ഈ കാർട്ടിലേജ് എവിടെയൊക്കെ കാണും ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പ് ഓഫ് ദ നോസ് ആൻഡ് ഔട്ടർ ഇയർ ജോയിൻറ്റ്സ്, അവിടെ കാർട്ടിലേജ് ഉണ്ട്. നമ്മൾ ഈ ഇയർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടിപ്പ് ഓഫ് ദ നോസ് ഇതെല്ലാം വളരെ ഫ്രീലി മൂവബിൾ അല്ലേ? അപ്പം നമുക്ക് പറയാം ടിപ്പ് ഓഫ് ദ നോസ് ആൻഡ് ഇയർ ജോയിൻറ്റ്സ് അവിടെ ഉണ്ട്. ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം അവിടെയും ഉണ്ട്. ലിംസ് ഓഫ് ഹാൻഡ്സ് ആൻഡ് അഡൾട്ട് അവിടെയും ഉണ്ട്. ക്ലിയർ? ഇതേ ക്വസ്റ്റ്യനിൽ
നമ്മൾ കാണേണ്ട മറ്റൊരു ഭാഗം എന്താ വെച്ചാൽ there are different types of cartilage. എല്ലാ cartilage ഒരുപോലെയല്ല. There's a cartilage called hyaline cartilage, clear cartilage എന്ന് പറയും. Then there's a cartilage called elastic cartilage. And there's a third type of cartilage called fibrous cartilage. അപ്പം ഇനി നമ്മൾ ഈ മൂന്ന് വാക്കുകളെ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ടിപ്പ് ഓഫ് ദ നോസ് ഇതൊരു പ്രശ്നക്കാരനാണ്. ടിപ്പ് ഓഫ് ദ നോസിൽ ഉള്ള കാർട്ടിലേജ് ഏതാ ചോദിച്ചാൽ ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. അവിടെയാ പ്രശ്നക്കാരൻ എന്ന് ഞാൻ പറയാൻ കാര്യം. നമ്മുടെ മൂക്ക് ആസ് സച്ച് ഇസ് ഹൈലൈൻ കാർട്ടിലേജ്. ഇവിടെ പിടിച്ചു നോക്കിയാൽ മൂക്ക് ഹൈലൈൻ. ഈ ടിപ്പ് ഓഫ് ദ നോസ് ഇസ് ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. അത് ഓർത്തിരിക്കണം. എക്സ്റ്റേണൽ നോസ്ട്രൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൈലൈൻ കാർട്ടിലേജ്. അതിന് തുമ്പ് ഭാഗം ടിപ്പ് ഓഫ് ദ എക്സ്റ്റേണൽ നോസ്ട്രൽസ് ആർ ഫോംഡ് ഓഫ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. റൈറ്റ്. എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്നത് ഇസ് ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ക്ലിയർ? ദെൻ ഇലാസ്റ്റിക് കാർട്ടിലേജ് ഇനി എവിടെയാ കാണുക എന്ന് ചോദിച്ചാൽ ഒരു സ്ഥലം കൂടി പറയാവോ? ഇലാസ്റ്റിക് കാർട്ടിലേജ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇറ്റ്സ് എ ഫ്ലാപ്പ്, ഒരു ഫ്ലാപ്പ്. ആരുടെയും ആൻസർ വരുന്നില്ല. എപ്പിഗ്ലോട്ടിസ്. ഗുഡ് ഏബിൾ. ഇയർ പിന്നെ അല്ല, ഫ്ലാപ്പ് ഇയർ ഫ്ലാപ്പായിട്ട് പറയില്ല. എപ്പിഗ്ലോട്ടിസ് ഇലാസ്റ്റിക് കാർട്ടിലേജ് തന്നെയാണ്. റൈറ്റ്, ഇലാസ്റ്റിക് കാർട്ടിലേജ്. ദെൻ ഈ നമ്മുടെ അഡ്ജസന്റ് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. അപ്പോൾ വെർട്ടിബ്രൽ ബോൺ, ഇതൊരു വെർട്ടിബ്രൽ ബോൺ ആണെങ്കിൽ ഇത് വേറൊരു വെർട്ടിബ്രൽ ബോൺ ആണെങ്കിൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ കാർട്ടിലേജ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ ദർ ഇസ് എ കാർട്ടിലേജ്. ആ കാർട്ടിലേജിനെ നമ്മൾ പറയുന്ന പേര് വൈറ്റ് ഫൈബറസ് കാർട്ടിലേജ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പേര് വരുമ്പോൾ തന്നെ അവിടെയുള്ള വൈറ്റ് ഫൈബറസ് കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ എന്ത് ഫൈബേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക? കൊളാജൻ ഫൈബേഴ്സ്. രണ്ട് തരം ഫൈബേഴ്സ് ആണ്, യെല്ലോ ഫൈബേഴ്സ് ആൻഡ് വൈറ്റ് ഫൈബേഴ്സ്. യെല്ലോ ഫൈബേഴ്സ് ആർ ഇലാസ്റ്റിൻ, വെറസ് വൈറ്റ് ഫൈബേഴ്സ് ആർ കൊളാജൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് വൈറ്റ് ഫൈബറസ് കാർട്ടിലേജ്. നമുക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാർട്ടിലേജ്, വൈറ്റ് ഫൈബറസ് കാർട്ടിലേജ് അല്ലെങ്കിൽ ഫൈബറസ് കാർട്ടിലേജ് ഇസ് കൺസിഡേർഡ് ആസ് എ സ്ട്രോങ്ങസ്റ്റ് കാർട്ടിലേജ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ള കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഇസ് ഫൈബറസ് കാർട്ടിലേജ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോറി. ലിംസ് ആൻഡ് ഹാൻഡ്സ് ഓഫ് അഡൾട്ട്, ഈ വലിയ എല്ലുകളുടെ ജോയിൻസിൽ ദർ ആർ ഹൈലൈൻ കാർട്ടിലേജ്. വലിയ എല്ലുകൾ, രണ്ട് എല്ലിങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ദർ ആർ ഹൈലൈൻ കാർട്ടിലേജ് പ്രസന്റ്. റൈറ്റ്. സോ അത് ഓർത്തിരിക്കേണ്ടതാണ്. ഈ റിബ്സ് സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഹൈലൈൻ കാർട്ടിലേജ് ആണ്. അപ്പോൾ ഹൈലൈൻ കാർട്ടിലേജ് ബോൺസ് തമ്മിലുള്ള ഭാഗങ്ങളെല്ലാം യു ക്യാൻ സി ഹൈലൈൻ കാർട്ടിലേജ്. ക്ലിയർ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വലിയ പരിചയമില്ലാത്തൊരു വാക്കാണ് ന്യൂറോഗ്ലിയ. ആർ. ന്യൂറോഗ്ലിയ ആർ എന്ന് ചോദിച്ചാൽ ന്യൂറോഗ്ലിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത്, ഈ ക്വസ്റ്റ്യൻ അറിയണതിന് മുമ്പ് നമുക്ക് ന്യൂറോഗ്ലിയ എന്താണെന്നുള്ളത് അറിയണം. നമ്മളൊരു നെർവസ് ടിഷ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ നെർവസ് ടിഷ്യൂ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നെർവസ് ടിഷ്യൂ is formed of a nerve cell plus neuroglial cell. nerve cell ഉണ്ട്, ന്യൂറോഗ്ലിയാൽ സെൽ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് യു ഗെറ്റ് നെർവസ് ടിഷ്യൂ. അതിൽ തന്നെ മോർ ദാൻ 50% is ന്യൂറോഗ്ലിയാൽ സെൽ. ബാക്കിയുള്ളതേ നെർവ് സെൽസ് ഉള്ളൂ. അപ്പോൾ ഈ ന്യൂറോഗ്ലിയാൽ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഇടയിൽ ആ സെൽസ് ഉണ്ട്. അത് സപ്പോർട്ടിങ് സെൽസ് ആണ്. നെർവസ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. ദേ സപ്പോർട്ട് ദ നെർവസ് സിസ്റ്റം. അപ്പം ഒരു നെർവ്സിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഒന്ന് പ്രൊട്ടക്ഷൻ, അപ്പോൾ ദേ പ്രൊട്ടക്ട്, ദേ കണക്ട്, റൈറ്റ്, ദേ ആക്ട് ആസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ദേ ആർ ഫാഗോസൈറ്റോട്ടിക്. ഇങ്ങനെ പല ഫങ്ഷൻസ് ചെയ്യുന്ന ന്യൂറോഗ്ലിയാൽ സെൽസ് ആ പ്രസന്റ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ 50% കൂടുതൽ ആറ് ന്യൂറോഗ്ലിയാൽ സെൽസ് ആണ്. നെർവ് സെൽസ്
ചില പ്രത്യേകതകളുണ്ട് നെർവ് സെൽസിന്. ലോങ്ങസ്റ്റ് സെല്ല് നമുക്ക് വേണമെങ്കിൽ പറയാം ദ സെൽസ് വിത്ത് ലീസ്റ്റ് പവർ ഓഫ് റീജനറേഷൻ. ദേ കനോട്ട് മൾട്ടിപ്ലൈ. നെർവ് സെൽസ് ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ ദേ വിൽ നെവർ മൾട്ടിപ്ലൈ, ദേ കനോട്ട് മൾട്ടിപ്ലൈ. അപ്പം നെർവ് സെൽസിന് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ദർസ് എ ക്വസ്റ്റ്യൻ. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഹെൽത്ത് പഠിക്കുമ്പോൾ വി ലേൺ അബൌട്ട് ബ്രെയിൻ ട്യൂമർ. ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ ടു ദ ബ്രെയിൻ സെൽസ് എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ഡിവൈഡിങ് കപ്പാസിറ്റിയാണ് അല്ലേ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ഇൻഹിബിഷൻ ഈസ് ലോസ്റ്റ് ആൻഡ് ദ സെൽസ് കണ്ടിന്യൂ ടു മൾട്ടിപ്ലൈ. അപ്പോൾ ബ്രെയിനിൽ ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ നെർവ് സെൽസ് ആർ മൾട്ടിപ്ലൈങ് അൺകൺട്രോളബിളി എന്നല്ലേ അർത്ഥം വരിക. ആക്ച്വലി ബ്രെയിൻ ക്യാൻസർ എന്ന് നമ്മൾ പറയുന്നത് ഇസ് ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് ന്യൂറോഗ്ലിയൽ സെൽ, നോട്ട് ദ ന്യൂറോൺ. ന്യൂറോഗ്ലിയൽ സെൽസ് ഫോം മോർ ദാൻ 50% ആണ്. നെർവ് സെല്ലാണ് കുറവുള്ളത് കേട്ടോ. ആരാ ചോദിച്ചു വെച്ചാൽ മറിയം സ്വാലിഹ, റൈറ്റ്. നെർവ് സെൽസിനേക്കാൾ കൂടുതലുള്ളത് ന്യൂറോഗ്ലിയൽ സെൽസ് ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ആൻസർ അവിടെ കിട്ടി. എക്സൈറ്റബിൾ സെൽസ് മെസ്സേജ് കണ്ടക്ട് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുന്നത് നെർവ് സെല്ലിന് മാത്രമാണ്, ന്യൂറോഗ്ലിയ കനോട്ട്. അപ്പോൾ അത് തെറ്റല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ തെറ്റല്ലേ? കാരണം ദേ ആർ എക്സൈറ്റബിൾ എന്ന് പറഞ്ഞാൽ ദേ കനോട്ട് കണ്ടക്ട് ഓർ ട്രാൻസ്മിറ്റ് ഇമ്പൾസ്. മോർ ദാൻ 1/2 ഓഫ് ദ ബോഡി ന്യൂറൽ ടിഷ്യൂ, അത് ശരിയാണ്. 2 to 3 times the volume of neural tissue, അത് തെറ്റാണ്. മോർ ദാൻ 1/2 ഉള്ളൂ. പ്രൊട്ടക്റ്റീവ് ആൻഡ് എക്സൈറ്റബിൾ സെൽസ് ഓഫ് ദ ന്യൂറൽ. പ്രൊട്ടക്റ്റീവ് ശരിയാണ്, എക്സൈറ്റബിൾ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ തെറ്റി എന്ന് പറയാം. നിങ്ങൾ ആൻസർ പറഞ്ഞതാണ്, എല്ലാവരും ഒരുവിധം പറഞ്ഞു. മോസ്റ്റ് ഓഫ് യു ഹാവ് ആൻസർഡ് ഇറ്റ് ആസ് എ 2 എന്ന് പറയാം. യാ, സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിംഗ് ഒക്കെ ഹൈലൈൻ കാർട്ടിലേജ് ആണ് കേട്ടോ. സി ഷേപ്ഡ് കാർട്ടിലേജ് ഒക്കെ ഹൈലൈൻ കാർട്ടിലേജ് ആണ്. അത് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ലെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കുക. വെൻ വൺ സെൽ റിസീവ്സ് എ സിഗ്നൽ ടു കോൺട്രാക്ട്. ഒരു സെല്ലിന് ഒരു മെസ്സേജ് കിട്ടുകയാണ്, സിഗ്നൽ ടു കോൺട്രാക്ട്. ഇറ്റ്സ് നെയ്ബേഴ്സ് ആർ ഓൾസോ സ്റ്റിമുലേറ്റഡ് ടു കോൺട്രാക്ട്. ഒരു സെല്ല് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തിരിക്കുന്നവർ ആ സ്റ്റിമുലേറ്റ്, ഞങ്ങളും കോൺട്രാക്ട് ചെയ്യുക പറഞ്ഞാൽ അവരും കോൺട്രാക്ട് ചെയ്യുക. ദിസ് ഫിനോമിനൻ ഇസ് സീൻ ഇൻ കാർഡിയാക് ടിഷ്യൂ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹാർട്ട് സെൽസിൽ. ഇറ്റ് ഫങ്ഷൻസ് എസ് എ സിംഗിൾ യൂണിറ്റ്. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി യെസ് എന്ന് പറഞ്ഞ ഒരൊറ്റ കോൺട്രാക്ഷനാണ്. അപ്പോൾ ദേ ഫങ്ഷൻ ആസ് എ സിംഗിൾ യൂണിറ്റ്. പട്ടാളക്കാർ കമാൻഡ് കിട്ടുന്ന മാതിരിയാണ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കോൺട്രാക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. ആൻഡ് അത് ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദർ ആർ ഇന്റർകലേറ്റഡ് ഡിസ്ക്. ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കാർഡിയാക് മസിൽസ് ആണ്. ഈ കാർഡിയാക് മസിൽസിൽ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഹെൽപ്സ് ടു ദ കാർഡിയാക് സെൽസ് ടു ഫങ്ഷൻ ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മാത്രമല്ല, ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഉള്ളത് കൊണ്ട് കാർഡിയാക് ടിഷ്യൂല് ഫാസ്റ്റർ കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് നടക്കും. സോഡിയം പൊട്ടാസ്യം അയോൺസ്. ഈ ഇന്റർകാലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു സംശയം പലർക്കും ഉണ്ടാവും. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗ്യാപ്പ് ജംഗ്ഷൻ. ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഇസ് എ ഗ്യാപ്പ് ജംഗ്ഷൻ. ആൻസർ 3 കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ. ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഇസ് എ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അതിലൂടെ ഫാസ്റ്റർ കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് അയോൺസ് നടക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഫങ്ഷൻ ആസ് എ സിംഗിൾ യൂണിറ്റ്. It helps in faster conduction and transmission of impulses. Desmosomes എന്നുള്ള വാക്ക് നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 12. Question number 12. Yeah. ആൻഡ് തോമസ് പറഞ്ഞത് ശരിയായി. ഇറ്റ്സ് എ മോഡിഫൈഡ് ഗ്യാപ്പ് ജംഗ്ഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഓർക്കണം. എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഗ്യാപ്പ് ജംഗ്ഷൻസ് പ്രസന്റ് ഇൻ കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് മസിലിൽ ഗ്യാപ്പ് ജംഗ്ഷൻ ഇല്ലല്ലോ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ഇന്റർകാലേറ്റഡ് ഡിസ്കിന്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ അതും കൂടി ഓർമ്മയെ വേണം. എപ്പിത്തീലിയം വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. ക്യൂബ് ലൈക്ക് സെൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺ. വാൾ ഓഫ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സിൽ എന്താ ഉള്ളത്?
യു ഹാവ് സ്ക്വാമസ്. ഇതിനെ നമുക്ക് പറയാം ഡിഫ്യൂഷൻ സർഫസ് എന്ന് പറയാം. അതായത് ഡിഫ്യൂഷൻ നടക്കുന്ന സ്ഥലം അവിടെയാണ് ഇത് കാണുന്നത് അല്ലേ? ഓക്കെ, ഗുഡ്. ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ ക്യൂബോയിഡൽ, ബ്രോങ്കിയോൾസ് സീലിയേറ്റഡ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? ശരി. താങ്ക് യു ഫോർ എക്സ്പ്ലെയിനിങ് ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻസ്. യാ അഞ്ജിത, ശരി, ശ്രദ്ധിച്ചിരിക്കുക. എളുപ്പമുള്ള ചാപ്റ്ററാ, അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഓക്കെ, 13. Question number 13. Which of the following statement is false about glands? അപ്പോൾ ഇനി വരുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥികൾ. നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ ഗ്ലാൻഡ്സിൻ്റെ ഉള്ളിൽ നിന്ന് സെക്രീഷൻ എങ്ങനെ പുറത്തോട്ട് വരുന്നു എന്നനുസരിച്ച് ഗ്ലാൻഡ്സിനെ നമുക്ക് 2ആക്കി ഡിവൈഡ് ചെയ്യാം. അത് ഏതൊക്കെയാണ് 2 തരം ഗ്ലാൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പറയാം എൻഡോക്രൈൻ ഗ്ലാൻഡ്, 2 നമുക്ക് പറയാം എക്സോക്രൈൻ ഗ്ലാൻഡ്. ഇത് രണ്ടും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാൻഡ്സ് വിത്തൗട്ട് ഡക്ട്. അവരുടെ സെക്രീഷൻസിനെ നമ്മൾ പറയുന്ന പേര് ഹോർമോൺസ് എന്നാണ് പറയുക, റൈറ്റ്? ഇനി ഡക്ട് ഉള്ള ഗ്ലാൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കും. എക്സോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ അതിൻ്റെ ഒരു നാളി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലെ സെക്രീഷൻ പുറത്തോട്ട് വരുന്നത് ആ ഡക്റ്റിലൂടെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഗോബ്ലെറ്റ് സെൽ സെക്രീറ്റ് മ്യൂക്കസ്. അത് ഒരു കറക്റ്റ് ആണോ അല്ലേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ ഗോബ്ലെറ്റ് സെൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കേണ്ട ഒരു വാക്കുണ്ട്. ദേ ആർ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് ആണ്. Goblet cells are unicellular glands. Exocrine gland possess duct for secretion. Mucus, milk, saliva, earwax, digestive oil and other cell products. അത് ശരിയാ, ഡക്റ്റഡ് ഗ്ലാൻഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വേറെ സംശയമൊന്നുമില്ല. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് കൊളുമിനാർ ഓർ ക്യൂബോയിഡൽ. ഈ 2 ആൾക്കാർക്ക് മാത്രമേ സെക്രീഷൻ എന്നുള്ള ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ അതും ശരിയായി നമ്മൾ എടുക്കണ്ടേ? നിങ്ങൾ ആൻസർ ഇടുന്നുണ്ടോ? ഉവ്വ. Endocrine glands secrete variety of enzymes അല്ല, variety of hormones എന്നാണ് വേണ്ടത്. It is not enzymes, it should be hormones. So endocrine gland എന്താ സെക്രീറ്റ് ചെയ്യാൻ ചോദിച്ചാൽ they secrete a variety of different type of hormones ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. false about gland ആണ്. false about gland is endocrine gland തന്നെയാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്. ആൻസർ നിങ്ങൾ ഇടണം. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇൻ ദ ബോഡി. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഉത്തരം വരുന്നില്ല. യാ, ഏബൽ ശരിയാണ്. ഏബലിന്റെ ഉത്തരങ്ങൾ മാത്രം ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് തൈറോയിഡ്. എന്നാൽ ഏബലിനോട് നമ്മൾ അടുത്തൊരു ചോദ്യം ചോദിക്കുക. സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതായിരിക്കും? ഏബലിന്റെ ആൻസറാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. യെസ്, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് തൈറോയിഡാന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും കുഞ്ഞ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്നുള്ളതാണ് പിനിയൽ ഗ്ലാൻഡ് ആണ്. കറക്റ്റ് ഏബൽ. പിനിയൽ ഗ്ലാൻഡ് ഇസ് എ സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെ ചോദ്യങ്ങൾ, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് പഠിക്കണമെന്നുള്ളതല്ല. ദീസ് ആർ ബേസിക്സ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാന്ന് ചോദിച്ചാലോ അത് തെറ്റിക്കരുത് കേട്ടാ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി. ആൻസർ നിങ്ങൾ തെറ്റിച്ചാൽ നമ്മളിവിടെ ഡിസ്കഷൻ നിർത്തും. യാ, ഓക്കെ. ഐ എം വെയിറ്റിംഗ് ഫോർ another guy to give an answer. യെസ്, അശ്വിൻ വീണ്ടും ദേവനന്ദ, ഫിദ. പിനിയൽ ഗ്ലാൻഡ് കഴിഞ്ഞു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ചാടി. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഇസ് ലിവർ. ദോ മെനി ആർ ആൻസറിങ്. ഏബൽ തന്നെയാണ് ആദ്യം എനിക്ക് ആൻസർ തന്നത്. ദേ ആർ ലിവർ. ഓക്കെ. സോ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇതിൽ ആൻസർ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പോസിബിലിറ്റീസ്, ആ ചാപ്റ്ററിൽ അത് എങ്ങനെ കിടക്കുന്നു എന്നതും കൂടി നമ്മൾ ഇത്തരത്തിൽ നിങ്ങളിങ്ങനെ യൂട്യൂബ് ക്ലാസ്സസ് കാണുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. Now we are moving on to question number 14. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇറ്റ്സ് ഈസി. ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഫോർ എപ്പിത്തീലിയൽ ടിഷ്യൂ ആർ കറക്റ്റ് ആണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആർ കറക്റ്റ്.
Squamous epithelium is found in the walls of blood vessel and air sac of lungs. നമ്മൾ കുറേ പ്രാവശ്യം കണ്ടതാണ്, ഡിഫ്യൂഷൻ സർഫസ് ആണ്, അപ്പോൾ അത് ശരിയായിട്ട് എടുക്കാം. Squamous epithelium is involved in functions like forming a diffusion boundary. അതും ശരിയാ. Cuboidal epithelium is commonly found in duct of gland and tubular part of nephrons and kidney. അതും ശരിയാ. Function of cuboidal epithelium are secretion and absorption. Correct. Epithelium of proximal convoluted tubule of nephron has villi എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ചെറിയ ഒരു വാക്കിന്റെ പ്രശ്നമേ ഉള്ളൂ, മനസ്സിലായില്ലേ? ചെറിയ ഒരു വാക്കിന്റെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങളെ ഒരുപാട് പേര്, ഐ എം ഹാപ്പി, ഒരുപാട് പേര് ഓൾ ഓഫ് ദി അബവ് ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലേ? യാ, how many of the following are correct? അപ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. 1 2 3 4 റൈറ്റ്. ഇവിടെ ഹാസ് വില്ലായി അല്ല, ഇറ്റ് ഷുഡ് ബി മൈക്രോ വില്ലായി എന്ന് വേണം. വില്ലായി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് നമ്മുടെ ഒരു ചെറിയ ഇതാണ് വന്നത്. 1 2 3 4 മൈക്രോ വില്ലായി. നിങ്ങൾ ആ ആൻസർ മനസ്സിലാക്കിയാൽ മതി. epithelium of the proximal convoluted tubule of nephron of the kidney has villi അല്ല, villi are finger shaped projections. അവിടെ ഉള്ളത് it should be micro villi. ഇല്ല ദർശന, ആ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടല്ലേ ഞാനിവിടെ ആ ഓപ്ഷൻ എഴുതിയത് കേട്ടോ. ഓക്കെ, അപ്പൊ അതില്ലെങ്കിൽ അത് വിട്ടേക്കണം, അത് ഓൾ ദി അബവ് കൊടുക്കരുത്, കാരണം ആ ഫോർത്ത് ഓപ്ഷൻ ഈസ് റോങ്. ഓക്കെ, question number 15. Which of the following characters of cell junctions are correct? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സെൽ ജംഗ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? 3 types of cell junctions are found in epithelium and other tissues: tight, adhering and gap junction. അത് ശരിയല്ലേ? Correct. Oh, I'm sorry. Tight junction help to stop substance from leaking across a tissue. That's also correct. Adhering junction performs cementing, adhering ഒട്ടിക്കുക അല്ലേ? അപ്പോൾ അതും കറക്റ്റ് ആണ്. Gap junction facilitates cell to communicate with each other. That is also correct. Rapid transfer of ions, small molecules and sometimes big molecule takes place through adhering junction എന്നുള്ളത് തെറ്റാണ്. Adhering junction അല്ലല്ലോ, through gap junction അല്ലേ വേണ്ടത്. അപ്പോൾ ഏതൊക്കെ കറക്റ്റ് ചോദിച്ചാൽ 1 2 3 4 വേണം. 1 2 3 4 ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക, ഉണ്ട്. So the answer is 1 2 3 4. ഫിഫ്ത്ത് വൺ തെറ്റാണ്, കാരണം ഈ അഡ്ഹിയറിംഗ് ജംഗ്ഷൻ അവിടെ തെറ്റിപ്പോയി. ശരിയായില്ലേ? 15 ആൻസർ എല്ലാവരും ഇട്ടിരിക്കുന്നത് ഏതാ ഓപ്ഷൻ? യെസ്, വെരി ഗുഡ്, എല്ലാവരും 3 ഒരു ഫുൾ റോ മുഴുവൻ 3 കാണുന്നത്. നമ്മൾ ആദ്യം ഇന്ന് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ബ്രഷ് ബോർഡഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇസ് ഫൗണ്ട് ഇൻ, റൈറ്റ്? അത് ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. PCT ഓഫ് നെഫ്രോൺ, PCT ഓഫ് നെഫ്രോണിലാണ് മാക്സിമം റീഅബ്സോർപ്ഷൻ. അതിന്റെ കാരണം തന്നെ ബ്രഷ് ബോർഡഡ് ക്യൂബോയിഡൽ എവിടെ ഉണ്ട് എന്നുള്ളതാണ്. 16 ആൻസർ 1, എല്ലാവരും 1 ചെയ്തിട്ടുണ്ടാവും. അത് ഇസ് എൻ ഈസി ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക പല രീതിയിൽ. ഓക്കെ, ഇതൊന്ന് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്? ഇത് ന്യൂറൽ ടിഷ്യൂ ആയി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Which of the following tissue is wrong? ആൻസർ ആണോ വരുന്നത് അമ്മായി? ഇതിന്റെ ആൻസർ ആണോ വരുന്നത്? ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ഡെൻഡ്രൈറ്റ്. നിസൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഫ്രാഗ്മെന്റ്സ് ഓഫ് RNA ആൻഡ് റൈബോസോംസ് ആണ്. നിസൽ ഗ്രാന്യൂൾസ് എവിടെ കാണുന്നു? അപ്പൊ ഇത് കുറെ പേര് തെറ്റിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? നിസൽ ഗ്രാന്യൂൾസ് എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ NCERT-യിൽ ആ നെർവ് ടിഷ്യൂവിന്റെ ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. നെർവ് ടിഷ്യൂലല്ല, നെർവസ് സിസ്റ്റത്തിന്റെ ചാപ്റ്ററിലെ തുടക്കത്തിൽ കാണാം ഡെൻഡ്രൈറ്റ്സ് കണ്ടെയ്ൻ നിസൽ ഗ്രാന്യൂൾസ്. സൈറ്റോപ്ലാസത്തിലുണ്ട്, ആ സൈറ്റോപ്ലാസം എക്സ്റ്റെൻസ് ഇൻടു ദ ഡെൻഡ്രൈറ്റ്സ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് അവേ അല്ല, ഇത് ആക്സോൺ ആണ് അവേ. ഇവിടെ ആക്ച്വലി വേണ്ടത് ടുവേർഡ്സ് എന്നാണ് വേണ്ടത്, ടുവേർഡ്സ് ദ സെൽ ബോഡി എന്നാണ് വേണ്ടത്. അപ്പൊ ഈ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. ശരി, ഇപ്പൊ കുറെ 2 വന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ആക്സോൺ ഇസ് ബ്രാഞ്ച്. ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഫാർ അവേ, ദൂരെ ഉള്ളത്. ഡിസ്റ്റൻസ് എന്നുള്ള അർത്ഥം അത് ഓർത്താൽ മതി, ദൂരെ ഉള്ളത്. ഇറ്റ് ഈസ് ബ്രാഞ്ച്. ആ ബ്രാഞ്ചിനെ നമ്മളൊരു പേര് പറയും, ആക്സോണൈറ്റ്സ് എന്ന് പറയും.
Synaptic knob possess synaptic vesicle. Synaptic vesicle contain neurotransmitters. അത് രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിട്ട് എടുക്കാം? ഓപ്ഷൻ 2 ആയിട്ട് എടുക്കാം നമ്മുടെ ആൻസർ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. Choose the correct option from the blanks marked as 1, 2, 3. Helps to stop substance from leaking across a tissue. അതേതാ? ടൈറ്റ് ജംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ആൻസറിൽ 1 ടൈറ്റ് ജംഗ്ഷൻ ആയിരിക്കും. സോറി, 1 ടൈറ്റ് ജംഗ്ഷൻ ആയിരിക്കണം. 2 ഓപ്ഷൻ ഉണ്ട്. 2 പെർ സിമെന്റിങ്. സിമെന്റിങ് ആകുമ്പോൾ അഡ്ഹിയറിംഗ് ആണ്. ടൈറ്റ് ജംഗ്ഷനിൽ ഒരു അഡ്ഹിയറിംഗ് അല്ലേ ഉള്ളൂ. 3 ഫെസിലിറ്റേറ്റ് സെൽ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല. NCERTയിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. എവറിബഡി ഹാസ് ഗോട്ട് 2. ഗുഡ്. യെസ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് സാധാരണ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഇത് പലർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. ഇതെങ്ങനെ ചെയ്യും? ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. Wall of the blood vessels and air sac of the lung are made up of simple squamous epithelium. അപ്പോൾ ഇങ്ങനെ ഒരു അസേർഷൻ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ശരിയോ തെറ്റോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം അസേർഷൻ കറക്റ്റ് ആണെന്ന് അറിയാം. റീസൺ, സ്ക്വാമസ് എപ്പിത്തീലിയം is involved in function like secretion and absorption. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നിവിടെ പറയുന്നത് is wrong. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. Assertion is correct, reason is not correct, right? ഇപ്പോൾ ഇത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. ഈ ഓപ്ഷൻസും കൂടി ശ്രദ്ധിക്കണം. ഇത് എഴുതിയിരിക്കുന്നത് നമ്മളൊരു സ്റ്റാൻഡേർഡ് പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ചിലപ്പോൾ വരും. ഓക്കെ, അടുത്ത 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കാർട്ടിലേജസ് ഹാവ് ഹാർഡ് നോൺ പ്ലയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് റിച്ച് ഇൻ കാൽസ്യം സോൾട്ട്. കാർട്ടിലേജിന് നോൺ പ്ലയബിൾ ആണ്, അത് ഇത്രയും ശരിയാ. റിച്ച് ഇൻ കാൽസ്യം സോൾട്ട് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് ഗിവ്സ് ഇറ്റ് സ്ട്രെങ്ത്. ഇത് ബോണിന്റെ ക്യാരക്ടറാണ്. ബ്ലഡ് ഇസ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ റിച്ച് ഇൻ കൊളാജൻ ഫൈബേഴ്സ്. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം തെറ്റി, ഇതിന്റെ ഇവിടെയും തെറ്റി. ബ്ലഡിലെ ഫൈബേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. ഇത് തിരിച്ച് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ആൻസർ വന്നിട്ടുണ്ട് 20. ഇല്ല. ഗുഡ്. ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിൽ ഉള്ള കാർട്ടിലേജ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്ട്രോങ്ങസ്റ്റ് കാർട്ടിലേജ് ആണ്, വിച്ച് ഇസ് കോൾഡ് വൈറ്റ് ഫൈബ്രസ് കാർട്ടിലേജ് ആണ്. ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിലുള്ള കാർട്ടിലേജ് ഇസ് വൈറ്റ് ഫൈബ്രസ് കാർട്ടിലേജ്. ഇറ്റ് ഇസ് എ സ്ട്രോങ്ങസ്റ്റ് കാർട്ടിലേജ് ഇൻ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ടിഷ്യൂസിൽ പിടിക്കാവുന്നത്. ഹാർഡസ്റ്റ് ടിഷ്യൂ ഓഫ് ദ ബോഡി ഇസ് ബോൺ. അത് ശരിയാ. ഇവിടെ നമുക്ക് പലപ്പോഴും ഒരു ചെറിയ സംശയം വരും. ഇറ്റ് ഈസ് അബൌട്ട് ടിഷ്യൂ ആൻഡ് സബ്സ്റ്റൻസ് ആണ്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി ഇസ് എനാമൽ. ഹാർഡസ്റ്റ് ടിഷ്യൂ ഇൻ ദ ബോഡി ഇസ് എ ബോൺ. ഹാർഡ്നെസ് ഓഫ് ബോൺ ഇസ് ഡ്യൂ ടു കാൽസിഫിക്കേഷൻ ഓഫ് മാട്രിക്സ്. അത് ശരിയല്ലേ? അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ശരിയാവുമ്പോൾ എങ്ങനെ പറയും? രണ്ടും ശരിയാണ്. ഹാർഡസ്റ്റ് ടിഷ്യൂ ബോൺ ആണ്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് കാൽസിഫൈഡ് മാട്രിക്സ്. അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അസേർഷൻ എന്ന് നമുക്ക് പറയാം. ക്ലിയർ? കാർഡിയാക് മസിൽസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് റാപ്പിഡ്ലി. കറക്റ്റ് ആണ്. Intercalated disc allow the passage of iron from one cell to another cell. അതുകൊണ്ടല്ലേ ട്രാൻസ്മിഷൻ റാപ്പിഡ്ലി ഉള്ളത്. അവിടെയും ആൻസർ 1 വരും. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, ആൻഡ് അസേർഷൻ എക്സ്പ്ലെയിൻസ് റീസൺ എക്സ്പ്ലെയിൻസ് അസേർഷൻ. സ്മൂത്ത് മസിൽസ് ആർ. എന്താ സ്മൂത്ത് മസിൽസിന്റെ പ്രത്യേകത? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻവോളണ്ടറി ആണ്, ഫ്യൂസിഫോം ആണ്, നോൺ സ്ട്രൈറ്റഡ് ആണ്. വോളണ്ടറി അല്ല, ഇൻവോളണ്ടറി ആണ്, സിലിണ്ടറിക്കൽ അല്ല, സ്ട്രൈറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഈസ് 1. ഇത് ആർക്കും തെറ്റുകയല്ല. പക്ഷെ ഇതേപോലെ നിങ്ങൾ ഓർക്കേണ്ടത് കാർഡിയാക് മസിൽസ്, സ്മൂത്ത് മസിൽസ്, സ്ട്രൈറ്റഡ് മസിൽസ്, ഇതെല്ലാത്തിനെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. കാരണം NCERTയിൽ ആ ഏറ്റവും ബേസിക് ക്യാരക്ടർ ഒരു പടം തന്നിട്ട് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. യെസ്, നിങ്ങൾ ആൻസർ ചെയ്യുന്നത് കറക്റ്റാണ്. ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇട്ടത്.
Intercalated disc are characteristic feature of muscles found in. എവിടെ കാണുന്ന മസിൽസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ we can say that they are muscles found in a heart wall. കാർഡിയാക് മസിൽസിലാണ് ഇന്റർകലേറ്റഡ് ഇത് കാണുന്നത്. യൂറിനറി ബ്ലാഡറിന്റെ വാൾസ് ഓഫ് ദ യൂറിനറി ബ്ലാഡർ ഈസ് ഫോംഡ് ഓഫ് നമ്മളൊരു വാക്ക് പറയും ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയും. ദേ ക്യാൻ ചേഞ്ച് റൈറ്റ്. അപ്പോൾ യൂറോത്തീലിയം എന്നും അതിന് പറയും. കാരണം ദേ ക്യാൻ ചേഞ്ച് ദെയർ ഷേപ്പ്. നോൺ നെർവസ്, ഈ വാക്ക് വരുമ്പോൾ തന്നെ ആൻസർ കിട്ടി. നോൺ നെർവസ് സപ്പോർട്ടിംഗ് സെൽ. നോൺ നെർവസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് കണ്ടക്ട് ചെയ്യോ ട്രാൻസ്ഫർ ചെയ്യോ ചെയ്യാൻ പറ്റാത്തത്. നെഫ്രോസൈറ്റ്സ് കിഡ്നി സെൽസ്. കോൺഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് സെൽസ്. ആൻഡ് നെർവ് സെൽ ഓർ ന്യൂറോൺ. നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാണ്. ടിഷ്യൂസ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് കോക്രോച്ച്. റൈറ്റ്. കോക്രോച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കോക്രോച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഓഫ് ആൻ ഇൻസെക്ട്. ഇറ്റ്സ് എ ജനറലൈസ്ഡ് ആയി. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഇൻസെക്ട് ഉണ്ട് കോക്രോച്ച്. അപ്പോൾ കോക്രോച്ച് പഠിക്കണം. കോക്രോച്ചിനെ മാറ്റിയിട്ട് ഫ്രോഗ് ഇടുകയല്ല ചെയ്തത്. കോക്രോച്ചും വേണം ഫ്രോഗും വേണം. ഓക്കെ. കോക്രോച്ചസ് ആർ പ്ലേസ്ഡ് ഇൻ ഫൈലം ആർത്രോപോഡ. കോക്രോച്ചസ് സയന്റിഫിക് നെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെരിപ്ലാനിറ്റ അമേരിക്കാന. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാം കോക്രോച്ചിന്റെ ക്യാരക്ടറാണ്. പക്ഷേ ഫൈലം ആർത്രോപോഡയിൽ കോക്രോച്ചിനെ വെക്കാനായിട്ട് what is the word arthropoda means? Arthro means a joint, poda means a legs. Animals with a jointed appendages. എല്ലാവരും 3 അല്ലേ കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് നേരം നിങ്ങളുടെ ആൻസർ നോക്കിയിട്ട് അതെങ്ങനെയാ മുഹമ്മദ് ആസിം 2 and 3 വരിക? കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ ആർത്രോപോഡിന്റെ ക്യാരക്ടർ ആണ്, അത് കറക്റ്റാ മോനെ. പക്ഷേ നമ്മൾ ആർത്രോപോഡ എന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ വെച്ചിട്ടല്ല എടുക്കുന്നത്. വി ടേക്ക് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് jointed appendages. Clear? ആർത്രോപോഡിനുള്ള ക്യാരക്ടർ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇതെല്ലാം ആർത്രോപോഡിന്റെ ക്യാരക്ടറാണ്. റൈറ്റ്. നമ്മൾ പഠിക്കുന്ന ആർത്രോപോഡിയൻ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ പറയാ ജോയിന്റഡ് അപ്പൻഡേജസേ പറയാൻ പറ്റുള്ളൂ. അതാണ് അവിടെ നമുക്ക് തെറ്റിപ്പോവാം. Which part of the mouth of cockroach is used for cutting? മൗത്ത് പാർട്ട് ഓഫ് കോക്രോച്ച് NCERT-യിൽ പടമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് ഭാഗമാണ് കട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുക? വിച്ച് പാർട്ട് ഓഫ് ദ മൗത്ത് ഓഫ് കോക്രോച്ച്? കോക്രോച്ചിൻ്റെ മൗത്തിന് നമ്മൾ പ്രധാനമായിട്ട് 5 ഭാഗങ്ങൾ പറയും. ദാറ്റ് ഈസ് ലാബ്രം അപ്പർ ലിപ്പ്, ലേബിയം ലോവർ ലിപ്പ്, ദെൻ ഹൈപ്പോഫാരിങ്സ് ടങ്, ദെൻ മാക്സില ആൻഡ് മാൻഡിബിൾ. ഇതിലേതാണ് കട്ടിങ്ങിന് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ മാൻഡിബിൾ. മാൻഡിബിൾ ഹെൽപ്സ് ഇൻ കട്ടിങ്. റൈറ്റ്. സോ നിങ്ങളുടെ ആൻസർ നോക്കട്ടെ. എല്ലാവരും കറക്റ്റാ, വെരി ഗുഡ്. മാൻഡിബിൾ. എന്നാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. മാക്സിലറി പാൽപ്പിന്റെ ഫംഗ്ഷൻ പറ. വെയിറ്റിംഗ് ഫോർ യു ടു ടൈപ്പ് യുവർ ആൻസർ. മാക്സിലറി പാൽപ്പിന്റെ ഫംഗ്ഷൻ. പടത്തില് മാക്സില കൊടുക്കുമ്പോൾ 2 വാല് പോലെ സ്ട്രക്ചേഴ്സ് കാണാം NCERT-യിൽ. ദോസ് ആർ പാൽപ്സ്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മാക്സിലറി പാൽപ്പ്? ഗ്രൈൻഡിങ് അല്ല. യെസ് അഫ്സൽ, സെൻസറി തന്നെയാണ്. ഫുഡ് കഴിക്കാൻ പോണതിന് മുമ്പ് കഴിക്കാവുന്ന ഭക്ഷണപദാർത്ഥം ആണോ അല്ലേ നോക്കാൻ ഉപയോഗിക്കുന്നതാണ് മാക്സിലറി പാൽപ്പ്. ഇറ്റ്സ് എ സെൻസറി ഓർഗൻ. ഓക്കെ. Dorsally, on the dorsal side, prothorax of cockroach is protected by a chitinous plate. Dorsal side is protected by a chitinous plate. പ്രോതൊറാക്സ്, ഒരു കോക്രോച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഡോർസൽ സൈഡ്. ഫസ്റ്റ് തൊറാസിക് സെഗ്മെന്റ് ഇസ് പ്രോതൊറാക്സ്, സെക്കൻഡ് സെഗ്മെന്റ് ഇസ് മീസോതൊറാക്സ്, തേർഡ് സെഗ്മെന്റ് ഇസ് മെറ്റാതൊറാക്സ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് തൊറാക്സിന്റെ ഡോർസൽ സൈഡിൽ NCERT ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കുലാർ സ്ട്രക്ചർ കാണാം. അതിനെ പറയുന്ന പേര് പ്രോനോട്ടം എന്ന് പറയും. യു കോൾ ഇറ്റ് ആസ് പ്രോനോട്ടം. സ്റ്റേർണൈറ്റ് പ്ലൂറൈറ്റ് എന്താണെന്ന് നോക്കുക. സ്റ്റേർണൈറ്റ് എന്ന് പറഞ്ഞാൽ chitinous plate on ventral side.
chitinous plate seen on ventral side is sternite. Pleurite എന്ന് പറഞ്ഞാൽ chitinous plate on lateral side. ഇനി ഒരു വാക്കും കൂടി ഉണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് tergite. Chitinous plate on dorsal side. അപ്പൊ നമുക്ക് ഈ പ്രൊനോട്ടത്തിനെ വേറൊരു രീതിയിൽ പറയും, dorsal tergite of a prothorax is modified as a pronotum എന്നും പറയാം. ക്ലിയർ? ആർത്രോഡിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ കൈറ്റിനസ് പ്ലേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ദേ ഇന്റർ കണക്ട് കൈറ്റിനസ് പ്ലേറ്റ്. കോക്രോച്ചിന്റെ ബോഡി നമ്മൾ പഠിക്കുമ്പോൾ ഇൻ കോക്രോച്ച് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ് ബൈ, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് സെക്രീഷൻസ് അല്ലേ, അതിന് നമ്മൾ പറയാം ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദീസ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ് ബൈ, 4 പേരുകൾ തന്നിട്ടുണ്ട്. 4ന്റെ അർത്ഥം അറിയാവുന്നവർ ഒന്ന് ആൻസർ ചെയ്യുക. പ്രോവെൻട്രിക്കുലം, മാൽഫിജിൻ ട്യൂബിൾ, ക്രോപ്പ്. വാട്ട് ഈസ് പ്രോവെൻട്രിക്കുലം? ആൻസർ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൻസർ നമുക്ക് ഓക്കെ, ഹെപ്പാറ്റിക് സി കെ. Hepatic CK 3 to 6 to 8 finger shade projection seen at the junction of foregut and midgut. അതിനെയാണ് നമ്മൾ പറയുക hepatic CK. 4 to 6 finger shade projection seen at the junction of foregut and midgut. അതിനെ നമ്മൾ പറയുന്ന പേരാണ് hepatic CK. Now my question is proventricular എന്ന് പറഞ്ഞാൽ എന്താണ്? Proventriculum എന്ന് പറയുന്നത് is another name for gizzard. Gizzard is a grinding structure. Gizzard ന് പറയുന്ന മറ്റൊരു പേരാണ് proventriculum. Good. Malpighian tubule ശരിയാണ്. മുഹമ്മദ് ആസിം excretory in function. എന്നാൽ മുഹമ്മദ് ആസിം ക്രോപ്പിന്റെ ഫംഗ്ഷൻ പറ. യെസ്, പക്ഷേ ആസിം അല്ല ആൻസർ ചെയ്തത്, റിതു. Crop helps in storage of food. That's good. Crop helps in storage of food. Cockroach identify the part of foregut in the correct sequence. Identify the part of foregut in the correct sequence. Foregut എന്ന് പറഞ്ഞാൽ mouth to gizzard ആണ്. അപ്പോൾ അതൊരു കറക്റ്റ് സീക്വൻസ് മതി നമുക്ക്. Mouth, pharynx, esophagus, crop and gizzard. Mouth, pharynx. വണ്ണ് പറഞ്ഞാൽ ദസ്ന, വണ്ണ് തെറ്റിപ്പോയി. ഈസോഫാഗസ്, ഫാരിങ്സ്, അതാണ് തെറ്റുന്നത്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സൂക്ഷിച്ച് ചെയ്യണം. മൗത്ത് കഴിഞ്ഞാൽ ഫാരിങ്സ്, ഫാരിങ്സ് തുറക്കുന്നത് ഇൻറ്റു എ സ്മോൾ ട്യൂബുലാർ പോർഷൻ കോൾഡ് ഈസോഫാഗസ്. ഈസോഫാഗസ് ഓപ്പൺസ് ഇൻറ്റു എ ബാഗ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ക്രോപ്പ്. ക്രോപ്പ് ഓപ്പൺസ് ഇൻറ്റു എ ഗ്രൈൻഡിങ് സ്ട്രക്ചർ. അതിന് നമ്മൾ പറയുന്ന പേര് ഗിസാർഡ് എന്നാണ് പറയുക. Okay. Number of pairs of spiracles in thorax and abdomen respectively in the body of cockroach. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യം വരുന്നത് എന്താ, സ്പൈറക്കിൾസ് എന്താണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. വാട്ട് ആർ സ്പൈറക്കിൾസ്? വാട്ട് ആർ സ്പൈറക്കിൾസ്? കോക്രോച്ച് പഠിക്കുമ്പോൾ, കോക്രോച്ചിൻ്റെ സിസ്റ്റംസ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്, ദെൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം വരിക. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, കോക്രോച്ചിൻ്റെ റെസ്പിറേഷൻ ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രെക്കൽ ട്യൂബ്സ് എന്ന് പറയും. കോക്രോച്ചിൻ്റെ റെസ്പിറേഷൻ, ഇതിന് പല ആൻസർ വരുന്നുണ്ടല്ലോ, അതെന്താ? കോക്രോച്ചിൻ്റെ റെസ്പിറേഷൻ ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രെക്കൽ ട്യൂബ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു കോക്രോച്ചിൻ്റെ ബോഡി എടുത്ത് നോക്കുകയാണെങ്കിൽ, you take the body of cockroach. ഈ ബോഡിയിൽ കുറേ ഓട്ടകൾ കാണാം. ഈ ഓട്ടയിൽ കൂടെയാണ് കാറ്റ് ഉള്ളിലോട്ട് കയറുന്നത്. 2 സൈഡിലും ഉണ്ടാവും. ഈ കാറ്റ് ഉള്ളിലോട്ട് കയറാനും പുറത്തോട്ട് പോകാനുള്ള ഓട്ടയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പൈറക്കിൾസ് എന്ന് പറയും. നമുക്ക് ഈ മൂക്കിന് ഓട്ടയുള്ള പോലെ കോക്രോച്ചിന്റെ ബോഡിയുടെ സൈഡിലുള്ള ഓട്ടയിൽ കൂടെയാണ് കാറ്റ് ഉള്ളിൽ കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്പൈറക്കിൾസ്. സ്പൈറക്കിൾസ് എത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, കോക്രോച്ചിന്റെ ബോഡിയിൽ
10 pairs of spiracles ഉണ്ട്. ഒരു സൈഡിൽ 10 മറു സൈഡിൽ 10. അങ്ങനെ കോക്രോച്ചിന്റെ ബോഡിയിൽ there are 10 pairs of spiracles. ഓക്കെ, ഈ സ്പൈറക്കിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 പെയർ 2 pairs are seen in the thoracic region. thoraxിലുള്ള prothoracic segmentൽ spiracles are absent. prothoracic segmentൽ spiracles ഇല്ല, spiracles are absent. Then 8 pairs are seen in the abdomen. അപ്പോൾ ഇതിൽ ആൻസർ നമുക്ക് കിട്ടിയില്ലേ? That is 2 and 8. Right? That is 2 and 8. ഈ 3 and 6 എന്ന് പറഞ്ഞാൽ ഗാംഗ്ലിയാണ്. നമുക്ക് ഇവിടെ സ്പൈറക്കിൾസിന്റെ അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 spiracles on the thorax and 8 spiracles on the abdomen. സ്പൈറക്കിൾസ് ഇല്ലാത്ത thoracic segment ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് thoracic segment ആണ്. ഇനി ഓരോ സ്പൈറക്കിളും ഓപ്പൺസ് ഇൻടു എ ട്യൂബുലാർ പാർട്ട് കോൾഡ് ട്രക്കിയ. ട്രക്കിയ ഡിവൈഡ്സ് ആൻഡ് ബ്രാഞ്ചസ് ഇൻടു സ്മോളർ ട്യൂബ്സ് കോൾഡ് ട്രക്കിയോൾസ് എന്ന് നമ്മൾ പറയും. ഇതിനെയാണ് ഒരു ട്രക്കിയൽ സിസ്റ്റം എന്ന് പറയുക. കാറ്റ് ഉള്ളിലോട്ട് കയറുകയും പുറത്തേക്ക് പോകാനും വേണ്ടി കോക്രോച്ചിന്റെ ബോഡിയുടെ സൈഡിലുള്ള ഓട്ടയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പൈറക്കിൾസ്. ഓക്കെ, കോക്രോച്ചിന്റെ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ വേറൊരു പ്രത്യേകതയുള്ളത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് ഡയറക്ട്ലി ബിറ്റ്വീൻ എയർ ഇൻ ദ ട്രക്കിയോൾസ് ആൻഡ് എയർ ഇൻ ദ ടിഷ്യൂസ് ആണ്. അവിടെ ബ്ലഡിന് ഹാസ് നോ റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് respiratory gases. Blood have no role in transport of respiratory gases എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തു പറ്റി മരിയം സ്വാലിഹ? യു സീം വറീഡ്. യാ, ശരി. ഐ തിങ്ക് നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇഫ് യു ഹാവ് സം ഡൗട്ട്സ് ഓർ ക്ലാരിഫിക്കേഷൻ അതും ഇതിൻ്റെ കൂടെ അടിച്ചോ, ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾക്ക് കിട്ടുക 720 വിത്ത് ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. യു ആർ എക്സ്പോസ്ഡ് മാക്സിമം. ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി എന്ത് വന്നാലും എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. റൈറ്റ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, യാ, ദാസ്ന ചോദിച്ചൊരു ചോദ്യമുണ്ട്, കോക്രോച്ച് എത്ര ക്വസ്റ്റ്യൻ വരും, ടിഷ്യൂ എത്ര ക്വസ്റ്റ്യൻ വരും, ഫ്രോഗ് എത്ര ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. കഴിഞ്ഞ തൊട്ട് മുന്നത്തെ വർഷത്തെ നീറ്റ്, റൈറ്റ്, 2023 നീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ടിഷ്യൂ മോർഫോളജി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ നിന്ന് ചോദിച്ച ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം. 2 ക്വസ്റ്റ്യൻസ് ഫ്രം കോക്രോച്ച് ആൻഡ് 2 ക്വസ്റ്റ്യൻ ഫ്രം ടിഷ്യൂസ്. അങ്ങനെ നമുക്ക് ആകെ മൊത്തം 4 ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ വർഷം അതിന് നമ്പർ കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ ഫ്രോഗ് ഹാസ് ബീൻ ആഡഡ് ആൻഡ് ഡെഫിനറ്റ്ലി 100% ഫ്രോഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇൻസെക്റ്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ കോക്രോച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്, അപ്പോൾ സാധാരണ നമുക്ക് 4 എണ്ണമൊക്കെ ഒരു ചാപ്റ്ററിൽ മാക്സിമം ആണെങ്കിൽ 4 മുതൽ ഒരു 1-2 അധികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എനിവേ 4നേക്കാൾ കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷമാണ് 4 ക്വസ്റ്റ്യൻസ് കണ്ടത്, 2 കോക്രോച്ച് 2 ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എന്തായാലും ഉണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി 1-2 ക്വസ്റ്റ്യൻ കൂടാനും സാധ്യത. ചിലപ്പോൾ ടിഷ്യൂന്നോ അല്ലെങ്കിൽ കോക്രോച്ചിനോ ഒരെണ്ണം കുറഞ്ഞ് ഫ്രോഗിൽ അത് കൂടാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും 4 എണ്ണം ഉറപ്പാണ്. ബാക്കിയുള്ളത് 1-2 കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്, spiracles are opening of the tracheal tubes ആണ്. spiracles are guarded by sphincter muscles ആണ്. ഇതിനുള്ളിൽ കൂടെ കാറ്റ് പുറത്തോട്ട് പോവുക, ഉള്ളിലോട്ട് കയറുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 32. യാ, ക്വസ്റ്റ്യൻ നമ്പർ 33. എനിക്ക് ഒരു കാര്യം ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്, ആരും തന്നെ ശരിയാക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. റൈറ്റ്, ഒന്ന് ചെയ്യുക. ഞാൻ നിങ്ങളുടെ ആൻസർ കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം ഐ ജസ്റ്റ് വാണ്ട് ടു നോ നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. റൈറ്റ്, സി അപ്പൂന് ആകെ ഒരു ടെൻഷനുള്ള എന്താ വെച്ചാൽ
ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് നീറ്റ് എന്ന് പറയുന്നതാണ്. നീറ്റിന് അങ്ങനെ ഡിഫിക്കൽട്ട് ലെവൽ ഈസി ലെവലൊന്നുമില്ല. നമ്മൾ നല്ലോണം പഠിച്ചാൽ ഈസി ലെവൽ, പഠിച്ചില്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവൽ. ഇപ്പോൾ നിങ്ങളൊരു 3-4 ഒരു 5 കൊല്ലത്തെ നീറ്റിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഡയറക്ട്ലി ഫ്രം NCERT. അപ്പോൾ NCERT നല്ലോണം പഠിച്ചൊരു കൊച്ചിനെ സമയത്തോളം ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല. ഓൾ ആർ ഈസി ക്വസ്റ്റ്യൻസ്, റൈറ്റ്? അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്കിത് വിച്ച് ഈസ് ഈസി, വിച്ച് ഈസ് ഡിഫിക്കൽട്ട്, ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നോർമലി ഇറ്റ് ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട്, കാരണം NCERTയിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തെ പേപ്പർ നിങ്ങൾ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ NCERT ബുക്ക് നല്ലോണം പഠിച്ച ഒരാൾക്ക് എക്സാംസ് ആർ നോട്ട് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്, റൈറ്റ്? ഓക്കെ, NCERTയിലുള്ളതെല്ലാം ചോദിക്കും. അപ്പം നമ്മൾ കാണാത്ത വരികളുണ്ടാവും, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഒരു വരി തന്നിട്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ വരാം. അപ്പോൾ നമ്മൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞ്. അപ്പോൾ NCERTയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഉണ്ടാവും ചെയ്യും. അത്തരം ക്വസ്റ്റ്യൻസ് യു കൻ എക്സ്പെക്ട്. ഓക്കെ, ശരി. അപ്പോൾ കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വളരെ സ്ലോ ആണ് ഈ ആൻസർ വരുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും 2ലേക്കാണ് പറയുന്നത്, അല്ലേ? ഹാർട്ട്, ഓസ്റ്റിയ, ഹീമോസീൽ. ഓക്കെ, ഇത് ഇത്തിരി പ്രശ്നമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോക്രോച്ചിൻ്റെ സോറി ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, നേഹ ആൻഡ് മുഹമ്മദ് ആസിം, ഈ 2 ആൾക്കാർ 1 ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ചിലർ 3 ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു കോക്രോച്ചിന്റെ ബോഡി ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ യു ഹാവ് എ ഹാർട്ട്, റൈറ്റ്? ഈ ഹാർട്ടിന്റെ ലാറ്ററൽ സൈഡിലുള്ള ഓട്ടകൾക്കാണ് നമ്മൾ പറയുക ഓസ്റ്റിയ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയുള്ള ഈ ക്യാവിറ്റി ഇസ് കോൾഡ് ഹീമോസീൽ. അപ്പോൾ ബ്ലഡ് ഓസ്റ്റിയയിലൂടെ ഹാർട്ടിലേക്ക് കയറും. ഹാർട്ടിൽ നിന്ന് ഇറ്റ് ഗോസ് ടു ദ ഹെഡ് റീജൻ. എന്നിട്ട് ആൻറ്റീരിയർ അയോട്ട എന്നാണ് ഇതിന് പറയുക. ആൻറ്റീരിയർ അയോട്ട വഴി ബോഡി ക്യാവിറ്റിയിലേക്ക് വരും. അവിടെ നിന്ന് വീണ്ടും ഓസ്റ്റിയ വഴി ഇത് ഉള്ളിലോട്ട് കയറും. അപ്പം നമുക്ക് പറയാം ഓസ്റ്റിയ, ഹാർട്ട്, ഹെഡിൽ ആൻറ്റീരിയർ അയോട്ട ഉണ്ട്, അതിലൂടെ ഹീമോസീൽ, ഓസ്റ്റിയ ടു ഹാർട്ട്. അപ്പോൾ നമുക്ക് ഏതാ ഇതിൽ കൊടുക്കാൻ പറ്റുക? ഇത്രയും പറഞ്ഞതിന് ശേഷം ആൻസർ ഏതാ കൊടുക്കാൻ പറ്റുക? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഓസ്റ്റിയയിൽ നിന്ന് ഹാർട്ടിലോട്ട് കയറും, ഓസ്റ്റിയയിൽ നിന്ന് ഹാർട്ടിലോട്ട് കയറും, ഹാർട്ടിൽ നിന്ന് ഹെഡിലോട്ട് പോവും, ഹെഡിൽ നിന്ന് ബോഡി ക്യാവിറ്റിയിലേക്ക് വരും, ബോഡി ക്യാവിറ്റിയിൽ നിന്ന് വീണ്ടും ഓസ്റ്റിയയിലേക്ക് കയറും. മറിയം സ്വാലിഹ, എല്ലാവരും 3ലാണ് കൊടുക്കുന്നത്. നിങ്ങളൊന്നും കൂടി നോക്കുക. ഹാർട്ടിലൂടെ ബ്ലഡ് ഒഴുകി ഹെഡ് റീജിയനിലേക്ക് വരും, അത് രണ്ടും ശരിയായി. ഹെഡിൽ നിന്ന് അത് ബോഡി ക്യാവിറ്റിയിലേക്ക് ഇറങ്ങും ത്രൂ ആൻറ്റീരിയർ അയോട്ട, അതും ശരിയായി. ബോഡി ക്യാവിറ്റിയിൽ നിന്ന് അത് വീണ്ടും ഓസ്റ്റിയ വഴി ഹാർട്ടിലേക്ക് കയറും. ആൻസർ 1 അല്ലേ? ഇത് കുറച്ച് നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകുന്നൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ ഓഫ് കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ആൻസർ എല്ലാവരും 1 പറയുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു കൺസെപ്റ്റ് പിടികിട്ടണം. അതായത് ബോഡി ക്യാവിറ്റിയിൽ നിന്ന് ഓസ്റ്റിയ വഴി ഹാർട്ടിൽ കയറി, ഹാർട്ടിൽ നിന്ന് തലയ്ക്ക് പോയി, തലേന്ന് ആൻറ്റീരിയർ അയോട്ട വഴി വീണ്ടും ബോഡി ക്യാവിറ്റിയിൽ ഇറങ്ങി, വീണ്ടും ഓസ്റ്റിയ വഴി കയറുന്നു. Is it clear? 34. Malpighian tubules helps in, നേരത്തെ എല്ലാവരും പറഞ്ഞു എക്സ്ക്രീഷൻ അല്ലേ? ലൈൻഡ് ബൈ NCERT ടെക്സ്റ്റ് ബുക്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞ് വരുന്ന കോക്രോച്ചിന്റെ ഭാഗത്ത് പറയുന്നതാണ് ഗ്ലാൻഡുലാർ ആൻഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ് ഉള്ളത്. ഗ്ലാൻഡുലാർ ആൻഡ് സീലിയേറ്റഡ്, ഡയറക്ട്ലി ഫ്രം NCERT ആണ്. 3 പേര് ആൻസർ കൊടുത്തിട്ടുണ്ട്. പെരികാർഡിയൽ സൈനസ്, ഓസ്റ്റിയ, ഹാർട്ട്, പെരിന്യൂറൽ സൈനസ് 4, അത് ശരിയാണ്. പക്ഷേ NCERTയിൽ നമ്മൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. നമ്മൾ ബേസിക്കലി ഓസ്റ്റിയ ഉണ്ട്, ഹാർട്ട് ഉണ്ട്,
ഹാർട്ടിൽ നിന്ന് വീണ്ടും ബോഡി ക്യാവിറ്റിയിൽ നിന്ന് ഓസ്റ്റിയ. അത് കറക്റ്റ്. അപ്പോൾ ആൻസർ എഴുതിയ ആളുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ദ നെയിം ഈസ് ഓക്കെ, വാട്ട് ഈസ് ദിസ്? ക്ലിങ്സ് കോർണർ. നൈസ് നെയിം, റൈറ്റ്? ശരി, പേരുകൾ വായിക്കാൻ ഇറ്റ് ഈസ് ഫൺ, റൈറ്റ്? സോ ആൻസർ ഇസ് 1 അല്ലേ? ശരി. 35. ഇത് സാധാരണ നമ്മൾ ഈ കോക്രോച്ചിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് വരാവുന്നതാണ്. ഈ കോക്രോച്ചിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കോക്രോച്ചിൻ്റെ ഓൾമോസ്റ്റ് എവറി പാർട്ട് ഈസ് ദെയർ. ഫോർ വിങ്സ് ടെഗ്മിന ആർ യൂസ്ഡ് ഫോർ ഫ്ലൈറ്റ്. അത് തെറ്റി. കാരണം ടെഗ്മിന ഇസ് യൂസ്ഡ് ഫോർ ബാലൻസിങ് ആണ്. 2, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഹൈൻഡ് വിങ്സ് വെൻ നോട്ട് ഇൻ ഫ്ലൈറ്റ്. പറക്കാത്ത സമയത്ത് ഹൈൻഡ് വിങ്സിന്റെ മുകളിൽ പ്രൊട്ടക്ട് ചെയ്യും. പറക്കുന്ന സമയത്ത് തുറന്നു പിടിച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ബാലൻസിങ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ ഒരു ചെറിയ തെറ്റുണ്ടല്ലോ. മാൽപീജിയൻ ട്യൂബുകൾ കൺവേർട്ട് നൈട്രോജനസ് വേസ്റ്റ് ഇൻ ടു യൂറിക് ആസിഡ് ആണ്, യൂറിയ അല്ല. അപ്പൊ രണ്ടാമത്തേതിൽ ഒരു തെറ്റുണ്ട്. കോക്രോച്ച് ഇസ് സീലോമേറ്റ്, അത് ശരിയാ. സീലോം ഇസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ഇൻ അഡൾട്ട്, കുഴപ്പമില്ല. നെർവസ് സിസ്റ്റം കംപ്രൈസസ്, ഇത് പോയി. ഡോഴ്സൽ നെർവ് കോഡ് നമുക്കേ ഉള്ളൂ, ഇവർക്കൊക്കെ ഉള്ളത് വെൻട്രൽ നെർവ് കോഡാണ്, വെൻട്രൽ സൈഡിലാണ് ഉള്ളത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ബോഡി ക്യാവിറ്റി റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ബോഡി ക്യാവിറ്റി കുറയും. ഇതിൻ്റെ ആൻസർ എല്ലാവരും 1 ഇട്ടിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ അല്ലേ ചോദിച്ചിട്ടുള്ളത്? എല്ലാവരും തെറ്റിച്ചോ? ഷജ, നെബൂസ്, സുനില എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇസ് ഇറ്റ് നോട്ട് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അറ്റ് ഓൾ. ഫോർ വിങ്സ് ആൻഡ് ആർ ടെഗ്മിന, അത് ശരിയാ. ദേ ആർ യൂസ് ഫോർ ഫ്ലൈറ്റ് അല്ല, ദേ ആർ യൂസ് ഫോർ ബാലൻസിങ്. മാൽപീജിയൻ ട്യൂബ്യൂൾ കൺവേർട്ട് നൈട്രോജനസ് വേസ്റ്റ് ഇൻ ടു യൂറിക് ആസിഡ്. നെർവസ് സിസ്റ്റം ഡോഴ്സൽ അല്ല, വെൻട്രൽ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 36 നമ്മൾ എത്തി നിൽക്കുകയാണ്. Which among the following is not involved in excretion in cockroach? ഭയങ്കര എളുപ്പമാണ് അല്ലേ? ഈ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറിലി എക്സ്ക്രീറ്ററി ഓർഗൻ. വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മളെ എക്സ്ക്രീറ്ററി ഓർഗൻസിലെ പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് നമ്മൾ പറയുന്നത് ഇസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. അപ്പോൾ ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ദേ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ അല്ലേ? മാൽപീജിയൻ ട്യൂബ്യൂൾ ആക്ച്വലി ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. അപ്പോൾ ഇവരുടെ പണി എന്ന് വെച്ചാൽ കോക്രോച്ചിന്റെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കൺവേർട്ട് ഇറ്റ് ഇൻ ടു യൂറിക് ആസിഡ്. പക്ഷേ ഈ മാൽപീജിയൻ ട്യൂബ്യൂൾ കോക്രോച്ചിന്റെ ബോഡിയിൽ എവിടെയാണ് ഉള്ളത്? അത് ജംഗ്ഷൻ ഓഫ് മിഡ് ഗട്ട് ആൻഡ് ഹൈൻഡ് ഗട്ട്, അവിടെ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമല്ലേ? അപ്പം അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ കോക്രോച്ചിന്റെ ബോഡിയിൽ നിന്ന് എല്ലാ സ്ഥലത്തും നൈട്രജൻ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ദേ ഹാവ് ഫാറ്റ് ബോഡീസ്, യൂറിക്കോസ് ഗ്ലാൻഡ്, നെഫ്രോസൈറ്റ്സ്. ഈ 3 ആൾക്കാരുടെയും ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ കളക്ട് നൈട്രോജനസ് വേസ്റ്റ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് റിലീസ് ദം അറ്റ് ദ റീജിയൻ ഓഫ് മാൽപീജിയൻ ട്യൂബ്യൂൾ. മാക്സിലറി പാൽപ്പ് ഹെൽപ്സ് ഇൻ ഫീഡിങ് ആണ്. ഇറ്റ് ഹാസ് നോ റോൾ ഇൻ എക്സ്ക്രീഷൻ എന്ന് പറയും. നോട്ട് ഇൻവോൾവ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? അപ്പൊ ആൻസർ ഇസ് 2. ഇപ്പൊ കുറച്ചു പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഗുഡ്. 37. കോക്രോച്ചിന്റെ ഹെഡില്, ഞാനിത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇതിൽ നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ക്വസ്റ്റനിലേക്ക് പോകുന്നത്. ഈ ക്വസ്റ്റൻ ആൻസർ ഒന്ന് നോക്കട്ടെ. 37. വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഹെഡ് ഓഫ് കോക്രോച്ച് ബ്രെയിൻ ഈസ് റെപ്രസെന്റഡ് ബൈ. ഏബലിന്റെ ആൻസർ വരുന്നുണ്ട്. സുപ്രാ ഈസോഫേജിയൽ ഗാംഗ്ലിയോൺ. ഇത് ഇങ്ങനെ തന്നെ അറിഞ്ഞിരിക്കണം. ബ്രെയിൻ ഓഫ് കോക്രോച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ സുപ്രാ ഈസോഫേജിയൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. എല്ലാവരും വണ്ണടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണോ നിങ്ങൾ വണ്ണടിക്കുന്നത്? ശരി. ദെൻ ഓക്കെ, assertion reason type of question. ഇത് എളുപ്പമാണ്, എല്ലാവരും ചെയ്യണം കേട്ടോ. If the head of cockroach is cut off, it will remain alive for as long as 1 week. അതാണ് ആദ്യത്തെ പ്രശ്നം. തല മുറിച്ചു കഴിഞ്ഞാൽ പാറ്റ ഒരാഴ്ച വരെ ജീവിക്കുന്ന പറയുന്നത്. അത് ജീവിക്കോ ജീവിക്കില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. എന്നാൽ നമ്മൾ ആൻസർ കറക്റ്റായി പറയുകയാണെങ്കിൽ ആൻസർ ഈസ്
യാ, ആൻസർ ഈസ് കറക്റ്റ്. നമ്മുടെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നതെന്ന്. ഇപ്പം നമ്മുടെ തല മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തലയിൽ ഒന്നുമില്ല. കോക്രോച്ചിൻ്റെ തലയിൽ നമ്മുടെയൊക്കെ തല പോലെയല്ല, ഒന്നുമില്ല. സ്മോൾ പോർഷൻ ഓഫ് നെർവസ് സിസ്റ്റേ ഉള്ളൂ. അപ്പോൾ അത് പോയാൽ തന്നെ കണ്ണും ആന്റിനയിലേക്കൊക്കെയുള്ള നെർവ്സ് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ ഈസോഫാഗസിൻ്റെ താഴോട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹെഡ് ഓഫ് കോക്രോച്ച് ഇസ് കട്ട്, ഇറ്റ് വിൽ റിമെയിൻ ആസ് ലോങ് ആസ് 1 week. ശരിയാണ്, ബിക്കോസ് ഹെഡ് ഓഫ് കോക്രോച്ച് ഹാസ് ഓൺലി സ്മോൾ പോർഷൻ ഓഫ് നെർവസ് സിസ്റ്റം. ബോത്ത് assertion and reason are true, and reason is the correct explanation of a assertion. ക്ലിയർ? നമ്മൾ ഈ assertion reason ചെയ്യുമ്പോൾ ഒരു വൈ എന്നും ബിക്കോസ് എന്നും ഇട്ടിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻസർ വിൽ ബി 1. ക്ലിയർ? ഓക്കെ. 39 again assertion reason ആണ്. Blood of cockroach is colorless, hemolymph with no respiratory pigment. അത് കറക്റ്റ് ആണ്. കോക്രോച്ച് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്, അവർ ബ്ലഡ് കളർലെസ് ആണ്, ഹീമോലിംഫ് ആണ്, ദേ ഡോണ്ട് ഹാവ് റെസ്പിറേറ്ററി പിഗ്മെന്റ്. അപ്പോൾ അവരിൽ എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എങ്ങനെ നടക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. റെസ്പിറേഷൻ കോക്രോച്ച് ഒക്കേഴ്സ് ത്രൂ ഡിഫ്യൂഷൻ ഇൻ ഹീമോലിംഫ് ആണ്. റെസ്പിറേഷൻ നടക്കുന്നത് ബൈ ഡിഫ്യൂഷൻ ഇൻ ഹീമോലിംഫ്. അപ്പോൾ ഡയറക്റ്റ് ഹീമോലിംഫിലൂടെയുള്ള ഡിഫ്യൂഷൻ അല്ല നടക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് എങ്ങനെയാ? ദ direct exchange between air in the tracheoles and air in the tissues ആണ്. Blood have no role in transport of respiratory gases. അപ്പോൾ assertion is true, reason is false. നിങ്ങൾ അങ്ങനെയാണോ ആൻസർ ചെയ്തിട്ടുള്ളത്? യെസ്, ട്രൂ, ഫാൾസ്. വെരി ഗുഡ്. ഫീമെയിൽ കോക്രോച്ച്, ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഫീമെയിൽ കോക്രോച്ച് സ്പേംസ് ആർ സ്റ്റോർഡ് ഇൻ. ഈ ഫീമെയിൽ കോക്രോച്ചിലെ സ്പേംസ് എന്തിനാന്നുള്ളതാ. മെയിൽ കോക്രോച്ചിലെ സ്പേംസ് ആർ സ്റ്റോർഡ് ഇൻ നമുക്കറിയാം സെമിനൽ വെസിക്കിൾ. മെയിൽ കോക്രോച്ചിലെ സ്പേംസ് ആർ സ്റ്റോർഡ് ഇൻ സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിളിന്റെ ഉള്ളിലാണ് മെയിൽ കോക്രോച്ചിലെ സ്പേംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫീമെയിൽ കോക്രോച്ചില് ഈ ആൺ പാറ്റകൾ സ്പേംസും കൊണ്ട് ഫീമെയിലിന്റെ അടുത്ത് എത്തും. എന്നിട്ട് ആ സ്പേം ഫീമെയിലിന് കൊടുക്കും. ആ ഫീമെയിൽ ആ സ്പേം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് സ്പെർമാത്തിക്ക. ഫീമെയില് സ്പേം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് സ്പെർമാത്തിക്ക. ഇറ്റ് ഇസ് എ പെയർഡ് സ്ട്രക്ചർ, അൺഈക്വലി പെയർഡ്. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. ഒരു കാറ്റ് നിറഞ്ഞ ബലൂണും ഒരു കാറ്റില്ലാത്ത ബലൂണും പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ് സ്പെർമാത്തിക്ക. അപ്പൊ ഫീമെയിൽ കോക്രോച്ചിൽ ആൻസർ ഒരുവിധം എല്ലാവരും 2 അല്ലേ? അതെ. സ്പേംസ് ആർ സ്റ്റോർഡ് ഇൻ ദ സ്പെർമാത്തിക്കയിലാണ് ഉള്ളത്. റൈറ്റ്. കൊളാറ്റീരിയൽ ഗ്ലാൻഡ് ഫീമെയിൽ ഗ്ലാൻഡ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? What is the function of collateral gland? Collateral gland helps in the formation of a egg case. മുട്ടത്തോട് അല്ലെങ്കിൽ ഊത്തിക്ക എന്ന് പറയുന്നത് ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് collateral gland. In a female cockroach, 7th, 8th and 9th sterna എന്ന് പറഞ്ഞാൽ വെൻട്രൽ സൈഡിൽ fuses to form genital pouch. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ പോസിബിലിറ്റി ഉള്ളത്, 7th sternum is a boat shaped along with 8th and 9th. 7, 8, 9. ഒരു കോക്രോച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ 7, 8 സെഗ്മെന്റിൽ ഇങ്ങനെ ഒരു പൗച്ച് ഉണ്ട്. ഇതിനെയാണ് ജെനൈറ്റൽ പൗച്ച് എന്ന് പറയുക. അതിൽ 7th sternum is boat shaped. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും ആ ഭാഗത്ത്. 7th sternum is boat shaped along with 8th and 9th they form the genital pouch എന്ന് പറയും. അപ്പൊ അത് ഓർത്തിരിക്കണം. ഈ boat shaped is 7th sterna. ഗോണോപോർ എന്നൊരു വാക്കുണ്ട്. ജെനൈറ്റൽ സിസ്റ്റത്തിന്റെ പുറത്തോട്ടുള്ള ഓപ്പണിംഗ്. ഫീമെയിൽ ഗോണോപോറിലൂടെയാണ് എഗ്ഗ് പുറത്തോട്ട് വരിക, മെയിൽ ഗോണോപോറിലൂടെയാണ് സ്പേം പുറത്തോട്ട് വരുന്നത്. ഏനൽ സെർസി ഫംഗ്ഷൻ ഈസ് എ സെൻസറി ഫംഗ്ഷൻ ആണ്. ദേ ഹെൽപ് ടു ഡിറ്റക്ട് സൗണ്ട് വൈബ്രേഷൻസ്. ഏനൽ സെർസി ഹെൽപ്സ് ടു ഡിറ്റക്ട് സൗണ്ട് വൈബ്രേഷൻസ് ആണ്. ഇനി നമ്മൾ കോക്രോച്ചിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഇമ്പോർട്ടൻ്റ് എന്നും നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഐ ഗെസ് കോക്രോച്ച് ആൻഡ് ടിഷ്യൂ വാസ് ഹെൽപ്ഫുൾ. ഇനി നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ്. റൈറ്റ്. വി ആർ മൂവിങ് ഓൺ ടു ഫ്രോഗിലേക്ക് പോകണം. ഫ്രോഗ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ മനുഷ്യന് എന്തൊക്കെ സിസ്റ്റംസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു, ആ സിസ്റ്റംസ് ഒക്കെ ഫ്രോഗിനുണ്ട്.
റൈറ്റ്? എവറിത്തിങ് ഈസ് പ്രസൻറ്റ് ഫോർ ഫ്രോഗ്. അപ്പോൾ വാട്ട് ഈസ് ഡിഫറെൻ്റ് എന്നുള്ളത് മാത്രമേ നമുക്ക് ഫ്രോഗ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടത് ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് ഫ്രോഗ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ചേഞ്ചസ് വിത്ത് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. അപ്പോൾ ഫ്രോഗിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നുള്ളതാണ്. ബോഡി ടെമ്പറേച്ചർ ഓഫ് ദ ഫ്രോഗ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ചേഞ്ചസ് വിത്ത് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മാറ്റാൻ പറ്റുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയ്ക്കിലോതേർമ്സ് എന്ന് വിളിക്കും. വി കോൾ ദം ആസ് പോയ്ക്കിലോതേർമ്സ് ഓർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. ഹോമിയോതേം എന്ന് പറയുന്നത് വാം ബ്ലഡഡ് ആണ്, അത് തന്നെയാണ് എൻഡോതേം. മീസോതേം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടേം നമുക്ക്, ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം ദാറ്റ് ലൈസ് ബിറ്റ്വീൻ പോയ്ക്കിലോതേംസ് ആൻഡ് ഹോമിയോതേംസ്. അങ്ങനെ ഒരു ടേം നമുക്ക് ഇപ്പോൾ ലിവിങ് മെമ്പേഴ്സിലില്ല. എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ചില റെപ്റ്റൈൽസ് വാസ് സെഡ് ടു ഷോ മീസോതേമിക് ക്യാരക്ടർ. അപ്പോൾ അത് നമുക്ക് വേണ്ട കേട്ടോ. ശരി. Oxygen carrier or respiratory pigment in the blood of frog and other vertebrate is a hemoglobin ആണ്. It is hemoglobin. Myoglobin മസിൽസിലുള്ളതാണ്. മൊളുസ്കൻസ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ഹീമോസയാനിൻ. സൈറ്റോക്രോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെൽ റെസ്പിറേഷനിൽ. ഓക്കെ. ഹാർട്ട് ഓഫ് ഫ്രോഗ് വളരെ പ്രത്യേകതയുള്ളതാണ് അല്ലേ? ആംഫീബിയയിൽ നമ്മൾ പഠിക്കുന്നതാണ് ഹാർട്ട് ഓഫ് ഫ്രോഗിന്റെ കാര്യം. ആംഫീബിയയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഹാർട്ട് ഓഫ് ഫ്രോഗ് ഈസ് 3 ചേംബേർഡ്, 2 അപ്പർ ചേംബർ ആൻഡ് 1 ലോവർ ചേംബർ. അപ്പോൾ ലോവർ ചേംബർ ഉള്ളത് കൊണ്ട് തന്നെ ദർ ഇസ് മിക്സിംഗ് ഓഫ് ഓക്സിനേറ്റഡ് ആൻഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഉണ്ട്. മിക്സിംഗ് ഓഫ് ഓക്സിനേറ്റഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഉള്ളത് കൊണ്ട് ഹാർട്ടിനെ നമ്മൾ പറയുക, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സർക്കുലേഷനെ നമ്മൾ പറയുക, ദേ ഷോ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയും. 2 ഏട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ എന്നുള്ളതാണ് ആൻസർ. ഒരു ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്രേനിയൽ നെർവ്സ് എന്താണ്? ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്, ക്രേനിയൽ നെർവ്സ് എന്ന് നമ്മൾ പറയുന്നത് ആർ ആക്ച്വലി നെർവ്സ് വിച്ച് ഒറിജിനേറ്റ് ഫ്രം ബ്രെയിൻ. ബ്രെയിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ പറയുക ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. മനുഷ്യന് എത്ര ക്രേനിയൽ നെർവ്സ് ഉണ്ട് ചോദിച്ചാൽ 24 അല്ലെങ്കിൽ 12 പെയർസ് എന്ന് പറയും. ഫിഷസ്, ആംഫീബിയൻസ് ഹാവ് 10 പെയർസ് ഓഫ് ക്രേനിയൽ നെർവ്സ്. ഇവിടെ ആൻസർ എത്രയാണ് വരിക? ഹൗ മെനി ക്രേനിയൽ നെർവ്സ് ആർ പ്രസന്റ് ഇൻ ഫ്രോഗ് എന്ന് ചോദിച്ചാൽ ആൻസർ ഷുഡ് ബി 20. ഇറ്റ് ഷുഡ് ബി 20 ആയിരിക്കണം. നമ്മൾ 10 മാർക്ക് ചെയ്ത് എത്ര പേരുണ്ട് നോക്കട്ടെ. ദേ വരുന്നു, ഒരുപാട് പേരുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. ഇത് മുഴുവൻ തെറ്റിക്കാനുള്ളതാണ്. അർച്ചന, ദെൻ അഹമ്മദ് കബീർ, ഇഷ, മറിയം, ഇവരെല്ലാം 10 പറഞ്ഞത്. അത് ശരിയാ, പക്ഷെ 10 ആണെങ്കിൽ 10 പെയർന്ന് കൂടി വേണം. ഇവിടെ പെയർസ് ഇല്ലാത്തത് കൊണ്ട് ആൻസർ ഈസ് 20. ക്വസ്റ്റ്യൻ നമ്പർ 45 ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. In frog, each kidney is composed of several functional units. ആ ഫങ്ഷണൽ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് പറയും? ഭയങ്കര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇത്. ഫങ്ഷണൽ യൂണിറ്റ്സ് ആർ കോൾഡ് യൂറിനിഫെറസ് ട്യൂബ്യൂൾസ്, റൈറ്റ്? ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം. ഫ്രോഗിനുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ബിഡേഴ്സ് കനാൽ. How many cranial nerves എന്ന് ചോദിച്ചാൽ 20. How many pairs of cranial nerves എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it should be 10. Okay. Yeah. ഇവിടെ ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് ഈ ഫ്രോഗിന്റെ യൂറിനോ ജെനൈറ്റൽ സിസ്റ്റം ഇസ് ഫ്യൂസ്ഡ്. ടെസ്റ്റിസും കിഡ്നിയും ഫ്യൂസ്ഡ് ആണ്, റൈറ്റ്? അത് രണ്ടായിട്ടല്ലേ ഇരിക്കുന്നത്. ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് വാസ ഇഫറൻഷ്യ വഴി കിഡ്നിയുടെ ഉള്ളിലോട്ട് റിലീസ് ആവും. വാസ ഇഫറൻഷ്യ വഴി സ്പേംസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ കിഡ്നി, റൈറ്റ്? ത്രൂ വാസ ഇഫറൻഷ്യ സ്പേംസ് ആർ how many pairs ആണെങ്കിൽ that problem solved. How many pairs ആണെങ്കിൽ it is 10. How many ആണെങ്കിൽ it is 20. Okay. ഇവിടെ തിരിച്ചു വരിക, ഈ ക്വസ്റ്റ്യനിലേക്ക് വരിക. Alright. Bidder's canal, testis and kidney are fused. But testis and kidney fused ആയിരിക്കുന്ന സമയത്ത് when the testis and kidney are fused, testisൽ നിന്ന് sperms vasa efferentia വഴി released into the kidney. It is released into the kidney. എന്നിട്ടോ
കിഡ്നിയിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് ബിഡേഴ്സ് കനാൽ എന്ന് പറഞ്ഞാൽ കനാലിലൂടെയാണ് ആ സ്പേംസ് ആർ ക്യാരിഡ് ഔട്ട് എന്ന് പറയുന്നത്. ഇത് ഫ്രോഗ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. മിസോർക്കിയം ഇസ് എ ടിഷ്യൂ ദാറ്റ് കണക്ട്സ് ടെസ്റ്റിസ് ടു ദ കിഡ്നി. ഓർത്തിരിക്കുക, മാൽപിജിയൻ ട്യൂബ്യൂൾ നമുക്കറിയാം. ഹൗ മെനി പെയർസ് ആവുമ്പോൾ ആൻസർ ഈസ് 2 കേട്ടോ. ഹൗ മെനി പെയർസ്? ആൻസർ ഈസ് 2, 10 പെയർസ്. 47 in frog. Yeah. Oh, Dhananjay Potter. Yeah, Beena, previous question has been taken, right? Then previous question, pairs choichirikkunna Tirtha. Okay, good. Then frog gaseous exchange during hibernation takes place. Hibernation ennu parnal you call it as winter sleep ennu parayum. Hibernation is called a winter sleep, right? And summer sleep in നമ്മൾ പറയുന്ന പേര് ഈസ്റ്റിവേഷൻ എന്ന് പറയും. ദർ ഇസ് വിന്റർ സ്ലീപ്പ് ആൻഡ് സമ്മർ സ്ലീപ്പ്. അപ്പോൾ ഈ സമയത്ത് ഫ്രോഗിന്റെ ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് ത്രൂ ദ സ്കിൻ. ആരാണ് 2 ആൻസർ ചെയ്ത കുറച്ച് ആത്മാക്കൾ ഉണ്ടല്ലോ, പേര് കണ്ടുകൂടാ. അപ്പോൾ ആൻസർ ഇസ് സ്കിൻ ആണ്. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് ഡ്യൂറിങ് ഹൈബർനേഷൻ. ഇനിയിപ്പോൾ ഹൈബർനേഷന് പകരം ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചാലും ഇറ്റ് ഈസ് സ്കിൻ തന്നെയാണ്. ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർ സ്ലീപ്പ് എന്നാണ് നമ്മൾ പറയുക. ഭയങ്കര ചൂടുള്ള സമയത്ത് ഫ്രോഗ് ബിക്കംസ് ഇനാക്റ്റീവ്, എവിടെയെങ്കിലും പതുങ്ങി ഒളിഞ്ഞിരിക്കും. ആ സമയത്ത് അവരുടെ ബ്രീത്തിങ് ഈസ് ത്രൂ സ്കിൻ. റൈറ്റ് ഏട്രിയം ഓഫ് ദ ഫ്രോഗ് റിസീവ്സ് ബ്ലഡ് ഫ്രം സൈനസ് വീനോസസ്. നമ്മുടെ ഹാർട്ടും ഫ്രോഗിന്റെ ഹാർട്ടും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവേ ഓപ്പൺസ് ഇൻ ടു റൈറ്റ് ഏട്രിയം നമ്മുടെ കേസിൽ. എന്നാൽ ഫ്രോഗിന്റെ കേസിൽ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവേ ഓപ്പൺസ് ഇൻ ടു സൈനസ് വീനോസസ്. സൈനസ് വീനോസസ് ഓപ്പൺസ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സൈനസ് വീനോസസ് എന്നാണ് വരിക. കോണസ് ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിളിൽ നിന്ന് ഹാർട്ട് പുറത്തോട്ട് പമ്പ് ചെയ്യുന്നത്. അത് രണ്ടും ഒന്നാണ്. കോണസ് ആർട്ടീരിയോസിന്റെ വേറൊരു പേരാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ്. They carry blood from the ventricle to aorta. അയോട്ടയിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന ട്രങ്കസ് അല്ലെ കോണസ് ആർട്ടീരിയോസിസ് വഴിയാണ്. ഓക്കെ, ആൻസർ ക്ലിയർ അല്ലേ? പ്രീ കേവൽ എന്ന് പറയുന്നത് സുപ്പീരിയർ വീന കാവയ്ക്ക് പറയുന്ന ഒരു പേരാണ് പ്രീ കേവൽ വെയിൻ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ഫീഡിംഗ് ഹാബിറ്റ് ഓഫ് ഫ്രോഗ്, ഏറ്റവും ബേസിക് ക്വസ്റ്റൻ ആണ്. 49ാമത്തെ ക്വസ്റ്റൻ എല്ലാവരും ഒന്ന് ചെയ്യുക. ഓക്സിനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് ദസ്ന. ഫ്രോഗിന് ഓക്സിനേറ്റഡ് ബ്ലഡ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സിംഗ് നടക്കും. മിക്സിംഗ് നടന്നു പോകുന്ന ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ. അതാണ് അവരുടെ എഫിഷ്യൻസി കുറവാന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദർ ഇസ് നോ സെപ്പറേറ്റ് ഓക്സിനേറ്റഡ് ആൻഡ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ്. ഓക്കെ, ഈ ക്വസ്റ്റൻ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഫ്രോഗ് ഇൻസെക്ടിവോർ ആണ്. ദേ ഫീഡ് ഓൺ ഇൻസെക്ട്സ്. അപ്പോൾ അവർ കാർണിവോർ ആണ്. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾ. സാങ്വിവോർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫീഡേഴ്സ് ആണ്. ഓംനിവോർ രണ്ടും ഈറ്റേഴ്സ് ആണ്. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട് കാർണിവോർ. ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 50 നിങ്ങൾ നേരത്തെ ആൻസർ ചെയ്തതാണ്. ഫ്രോഗിന്റെ RBCs ആർ മനുഷ്യനിൽ നിന്ന് വ്യത്യാസമുള്ളത് എന്താ വെച്ചാൽ ദേ ആർ ന്യൂക്ലിയേറ്റഡ് ആണ് ആൻഡ് ഓവൽ ഇൻ ഷേപ്പ് ആണ്. ന്യൂക്ലിയേറ്റഡ് ആൻഡ് ഓവൽ ഇൻ ഷേപ്പ്. നമ്മുടെയാണ് ഡിസ്ക് ഷേപ്ഡ് ആൻഡ് നോൺ ന്യൂക്ലിയേറ്റഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 50 ആൻസർ ഈസ് 1 എന്ന് നമുക്ക് പറയാം. ഇനി ഫ്രോഗിന്റെ ചില വ്യത്യാസങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ സലൈവറി ഗ്ലാൻസ് ആർ ആബ്സെന്റ്. ടീത്ത് ആർ പ്രസന്റ് ഓൺലി ഓൺ ദി അപ്പർ ജോ. ടീത്ത് ആർ ആക്രോഡോണ്ട്, തിക്കോഡോണ്ട് ആൻഡ് പോളിഫിയോഡോണ്ട്. വീണ് പോയാൽ പുതിയത് കിളിച്ചുകൊണ്ടിരിക്കും. Then that is polyphyodont. Acrodont എന്ന് പറഞ്ഞാൽ പല്ല് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഹോമോഡോണ്ട് ആണ്. ഹോമോഡോണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പല്ലും ഒരുപോലെ. തീക്കോഡോണ്ട് അല്ല, ഹോമോഡോണ്ട്. എല്ലാ പല്ലും ഒരുപോലെയാണ്. ടങ് ഈസ് ബൈഫിഡ്, രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന നാവാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാപ്ചറിങ് പ്രേ. റൈറ്റ്. They show sexual dimorphism. ആണും പെണ്ണും വ്യത്യാസമാണ്. ആണുങ്ങൾ ഹാസ് പ്രത്യേകതയുള്ളത് ഒന്ന് വോക്കൽ സാക്സ് ഉണ്ട്, സൗണ്ട് പ്രൊഡ്യൂസിങ് സാക്സ്. രണ്ടാമത്തത് ദേ ഹാവ് എ നപ്ഷ്യൽ പാഡ് എന്ന് പറയും.
മുമ്പിലെ വിരല് ഫോർ ലിംസിന്റെ ഫസ്റ്റ് ഡിജിറ്റിന്റെ അടിയിൽ ദർ ഇസ് എ പാഡ് ലൈക്ക് സ്ട്രക്ചർ കോൾ കോപ്പുലേറ്ററി പാഡ് ഓർ നപ്ഷ്യൽ പാഡ്. ഫ്രോഗിന്റെ മുൻകാലുകളിൽ 4 വിരലും പിൻകാലുകളിൽ 5 വിരലുമാണ്. ഹൈൻഡ് ലിംസ് ആ വെബ്ഡ് ആണ് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട്, റൈറ്റ്? അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഫ്രോഗിൽ ഓർത്തിരിക്കുക, റൈറ്റ്? നമ്മൾ ഈ ചാപ്റ്റർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. യു ഹാഡ് ആൻസേർഡ് എ ഫ്യൂ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മടുത്തിട്ടില്ല, ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. എനിവേ ഐ ഹാഡ് എ നൈസ് സെഷൻ. കുറേ പേരൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഐ എം അസ്യൂമിങ്. So you continue watching 720 with Brilliant because ഇനിയും ടീച്ചേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് വിൽ ബി കമ്മിങ് ടു യു വിത്ത് വേരിയസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒരു ഹോൾ ക്ലാസ് ടോപ്പിക് റിവിഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ബി ദെയർ ഫോർ ദ നെക്സ്റ്റ് സെഷൻ. നാളെയും അടുത്ത ദിവസങ്ങളൊക്കെയുള്ള സെഷൻസിൽ ഡു അറ്റൻഡ് ആൻഡ് it helps you a lot in your entrance preparation. So thank you for being with this session. Thank you and good night. All the best. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.